ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് പോലും ഭൂമിയിൽ നല്ല കഥകളുണ്ടായത്. അതുകൊണ്ടൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ കഥ പറയാമെന്ന് പറഞ്ഞിട്ടും കേൾക്കാനിരിക്കുന്ന ആറാഴിക്കാരുടെ മുഖത്തിൻ്റെ ഭാവം കഠിനമാണ്. ഇത്രയും കഠിനമായ മുഖഭാവത്തോടു കൂടി ഇരിക്കുന്നവരെ നോക്കി എങ്ങനെയാണ് കഥ പറയാനാകുക? എൻ്റെ ഈ ആവശ്യത്തിൽ കൂടുതൽ നീളമുള്ള ജുബ്ബയും മുടിയുമൊന്നും എൻ്റെ വിവരത്തിൻ്റെ അളവുപോലല്ല എന്നാദ്യമേ സമ്മതിച്ചുകൊണ്ട് ഇത്രയും ഗൗരവത്തിലിരിക്കേണ്ട കാര്യമില്ല. അതിലളിതമായ ചില ചിന്തകളാണ് പങ്കുവെക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു. കഥ ഇങ്ങനെയാണ്. പണ്ട് ഒരു പ്രഭാഷകനും ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവറും അയൽവക്കക്കാരായി താമസിച്ചിരുന്നു. രണ്ടുപേരും ഓർത്തഡോക്സുകാരായിരുന്നു. അവർ ഇരുവരും അവരവരുടെ കർത്തവ്യ മേഖലകളിൽ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചിരുന്നവരുമായിരുന്നു. അവർ ഇരുവരും മരണമടഞ്ഞു. സ്വർഗ നരകങ്ങളെ വേർതിരിക്കുന്ന പ്രവേശന കവാടത്തിനരികെ അവർ ഇരുവരും അവരവരുടെ ഊഴം, ഗതി അഥവാ വിധി കാത്ത് കഴിയുകയാണ്. ഇവരുടെ ഗതിയോ വിധിയോ എന്താകുമെന്ന് അറിയുവാനുള്ള അദമ്യമായ ആകാംക്ഷ കൊണ്ട് കുറെ കാണികളും ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. കൂടി നിന്ന വിശ്വാസികളെ അതിശയിപ്പിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് ദൈവം തമ്പുരാൻ സുവിശേഷ പ്രഭാഷകനെ നരകത്തിലേക്കും സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവറെ, ആകെ 2 ഓപ്ഷനല്ലേ ഉള്ളൂ, ഒരാൾ നരകത്തിൽ പോയാൽ മറ്റേയാൾ എവിടെ പോകും, അത്രയൊക്കെ ഒന്ന് പൂരിപ്പിച്ചാൽ നല്ലതാണ്. പ്രഭാഷകനെ നരകത്തിലേക്കും സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവറെ സ്വർഗത്തിലേക്കും പറഞ്ഞു വിട്ടു. സ്വാഭാവികമായി രംഗത്തിന് സാക്ഷ്യം വഹിച്ച കാണികൾക്ക് അതിശയം അടക്കി വയ്ക്കാനായില്ല. അതിൽ ഒരാൾ സധൈര്യം എഴുന്നേറ്റ് തമ്പുരാനോട് ചോദിച്ചു, ദൈവമേ, ഇതെന്തൊരു ന്യായം, ഇതെന്തൊരു നീതി! ഒരുപാട് കാലം ഒരുപാട് ജനതയോട് നന്മയുടെ സന്ദേശം മനസ്യൂതം അറിയിച്ചൊരു മനുഷ്യനെ നിർദാക്ഷിണ്യം നരകത്തിലേക്കും കേവലം ഒരു ബസ് ഡ്രൈവറെ സ്വർഗത്തിലേക്കും പറഞ്ഞു വിട്ടതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ്, ന്യായം എന്താണെന്ന് ചോദിച്ചു. ചോദ്യകർത്താവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു പോലും, മകനെ, കാരണം മറ്റൊന്നുമല്ല, പ്രഭാഷകന്റെ വാക്കുകൾ നന്മ നിറഞ്ഞതായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ കേട്ട് ജനങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഒരുപാട് കാലം ജനങ്ങളെ പള്ളികളിലും ക്ലാസ് മുറികളിലും ധ്യാന മന്ദിരങ്ങളിലുമൊക്കെ ഇരുത്തി ഉറക്കിയത് കൊണ്ട് അയാളെ ദൈവം നരകത്തിലേക്കും, മറ്റേയാൾ സൂപ്പർ ഫാസ്റ്റ് ബസ് ഡ്രൈവർ ആയിരുന്നെങ്കിലും കേരളത്തിലെ റോഡുകളുടെ സ്ഥിതി മോശമായിരുന്നുകൊണ്ട് ആർക്കും തന്നെ ആ വാഹനത്തിലിരുന്ന് ഉറങ്ങാൻ പറ്റിയില്ല. മാത്രമല്ല, ഇത് സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നുകൊണ്ട് ജനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചത്ത് കൈവച്ച് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നിങ്ങനെ നിലവിളിക്കുകയും ചെയ്തു. ദൈവം പറഞ്ഞ ന്യായം, ജനങ്ങളെ ഇരുത്തി ഉറക്കിയത് കൊണ്ട് ഉറക്കിയാളെ നരകത്തിലേക്കും, ഉണർത്തിയിരുത്തി ദൈവമേ എന്ന് വിളിപ്പിച്ചതുകൊണ്ട് അയാളെ സ്വർഗത്തിലേക്കും പറഞ്ഞു വിട്ടു. കഥ ഇവിടെ തീരുകയാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് കരുതിയത്? പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന് ഒരു പ്രസംഗം നടത്തി എന്നൊരൊറ്റ കാരണം കൊണ്ട് ദൈവം വിചാരിച്ച് എന്നെ നരകത്തിലേക്ക് പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങരുതെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വികാരിയച്ഛൻ പറഞ്ഞൊരു സമയമുണ്ട്, അതിനു മുമ്പ് എൻ്റെ മുമ്പിലിരുന്ന് മതിയടാ, നിർത്തടാ എന്നൊക്കെയുള്ള ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തരുതേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് കഥയിൽ നിന്നും കാര്യത്തിലേക്ക്. ഏകദേശം 125 വർഷം പഴക്കമുള്ള ഒരു ദേവാലയ മുത്തശ്ശിയായത്. എൻ്റെ വിചാരം, ഈ ദേവാലയത്തിനകത്ത് ചുറ്റുപാടുകളിൽ പങ്കുവെക്കപ്പെട്ട ദൈവവചനങ്ങൾ എത്രമാത്രമായിരിക്കണം. അത്തരത്തിൽ പാരമ്പര്യം കൊണ്ട്, പൗരാണികത കൊണ്ട് സമ്പന്നമായ സുന്ദരമായ ഗംഭീരമായ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ദേവാലയത്തിൽ വന്ന് ഒരു അവൈദികനായ എനിക്കിങ്ങനെ ഒരു ശുശ്രൂഷ നടത്താൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ഒസ്താത്യോസ് തിരുമേനിയെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയാണ്. മലങ്കര സഭയിൽ അവൈദിക ശുശ്രൂഷകർക്ക് വേണ്ടി വാദിക്കുകയും അവരെ വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്ത ആ പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരവിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക്. ഏകദേശം 2000-ഓളം വർഷം പഴക്കമുള്ളൊരു ഗ്രന്ഥമാണ് നാം ഈ 2024 വായിക്കാൻ പോകുന്നത്. അമ്മയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമായ അന്തരീക്ഷത്തിൽ 2000-ലധികം വർഷം പഴക്കമുള്ളൊരു ഗ്രന്ഥം
2024 വായിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ഈ പുതിയ കാലത്തിലെ മനുഷ്യനോട്, മനുഷ്യന്റെ ജീവിതങ്ങളോട് ഈ ഗ്രന്ഥത്തിന് സംവദിക്കാനും സംസാരിക്കാനും ആകുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈസ് ഇറ്റ് റിലവൻറ്റ്? എൻ്റെ വിചാരത്തിൽ, എൻ്റെ എളിയ വിചാരത്തിൽ, മനുഷ്യൻ്റെ സങ്കടങ്ങളോട്, മനുഷ്യൻ്റെ പ്രശ്നങ്ങളോട്, മനുഷ്യൻ്റെ സ്വപ്നങ്ങളോട്, മനുഷ്യൻ്റെ ആവലാതികളോട്, ആകാംക്ഷകളോട് സംവദിക്കാത്ത, സംസാരിക്കാത്ത, അതിന് ഉത്തരം നൽകാൻ കഴിയാത്ത ഒന്നും കാലത്തെ അതിജീവിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ സന്ധ്യയിൽ 2000-ലധികം വർഷം പഴക്കമുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായ ഒരു വേദവായന ഭാഗത്തെ 2024 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ഒരിക്കലും വേദപുസ്തക വ്യാഖ്യാനം എന്നൊന്നും പറയില്ല. ദൈവത്തെ വ്യാഖ്യാനിക്കാൻ മനുഷ്യനാകാത്തതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാനെന്ന് ഒരു മനുഷ്യനും പറ്റില്ല. പിന്നെ നമ്മുടെ ചുമതല എന്താണ്? ഞാൻ അതിനിങ്ങനെ മനസ്സിലാക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ വളരെ മനോഹരമായി ക്രിസ്തു യേശുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങളെ നമുക്ക് ധ്യാനിക്കാൻ, വായിക്കാൻ, അത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മാറ്റി നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. വർത്തമാനകാലത്തിൽ തുടരേണ്ടത് ഇന്നിൻ്റെ ഭാഷയിലേക്ക്, ഇന്നിൻ്റെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഈ വേദവായന ഭാഗങ്ങളെ നാം എന്താ പറയുക, പുനർ ആവിഷ്കരിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ എളിയ വിചാരം. അതുകൊണ്ട് നിങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ലയോ? പ്രസംഗം കണ്ടിട്ടുണ്ടോ? പ്രസംഗം കാണാൻ പറ്റുമോ? എന്ത് കേട്ടാലും ഉറക്കം വരും. എൻ്റെ വിചാരത്തിൽ പ്രസംഗം കേൾക്കാൻ മാത്രമല്ല കാണാനും പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അങ്ങനെ ഒരു വാക്യം, വചനം കേൾക്കുമ്പോൾ നമ്മളത് കേൾക്കുക മാത്രമാണോ ചെയ്യുന്നത്? ഇത് ആരും മിണ്ടുന്നില്ല. പിന്നെയോ, അനന്തമായ ആകാശത്തിലൂടെ പക്ഷികൾ ഇങ്ങനെ പറന്നു പോകുന്നത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിത്രങ്ങളായി വരില്ലേ? ഇല്ലയോ? എല്ലാ നല്ല ഗ്രന്ഥങ്ങളും എല്ലാ നല്ല സാഹിത്യകൃതികളും അക്ഷരങ്ങളെ, വാക്കുകളെ ചിത്രങ്ങളാക്കുന്നതാണ്. അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ അമ്മതൻ കണ്ണിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ എന്നൊക്കെ കവി പാടുമ്പോൾ നമുക്കൊരു മാവും ഒരമ്മയും അമ്മയുടെ കണ്ണുനീരും കാണാൻ പറ്റില്ലേ? ദേ മിണ്ടണില്ല. പറ്റുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പ്രസംഗം കാണാമെന്നാണ് എൻ്റെ വിചാരം. കാണാൻ വേണ്ടി ഞാൻ നിങ്ങളെ 2000 വർഷങ്ങൾക്കപ്പുറത്തുള്ള നസ്രേത്ത് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലെ മറിയ താമസിച്ച കൊച്ചു കുടിലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നസ്രേത്ത് കുന്നുകളും ചെരുവുകളും മലകളുമുള്ള, ഒലിവ് തൈകളും മുന്തിരിത്തോട്ടങ്ങളുമുള്ള, എല്ലാ വീടിൻ്റെ മുറ്റത്തും കാർഷിക പശ്ചാത്തലമുള്ള, കൊച്ചാടുകളെയൊക്കെ വളർത്തുന്ന ഒരു കൊച്ചു വീട്. അനവധി പടവുകൾ ഇങ്ങനെ കയറിപ്പോകേണ്ട ഒരു കൊച്ചു വീടിൻ്റെ അകത്ത് ഒരു ചെറിയ ചിമ്മിനി വിളക്കിൻ്റെ ഒരു നുറുങ്ങ് വെട്ടത്തിൽ കാരുണ്യം കവിതയായി പെയ്തൊഴുകുന്ന കണ്ണുകളുള്ള ഒരു 12 വയസ്സുകാരി കൗമാരക്കാരിയായ പെൺകുട്ടി തലയൊക്കെ ഇങ്ങനെ ഷാളൊക്കെ ഇട്ട് ഇങ്ങനെ മറച്ച് ഗൗരവമായി എന്തോ വായിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലയോ? അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൗമാരക്കാരിയായ ഈ മകളുടെ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് പെട്ടെന്ന് പൊട്ടി വീണിട്ടെന്ന വണ്ണം സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എപ്പോഴും ദൂതനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലെ മനോസങ്കല്പം എന്ന് പറയുന്നത് കാലം ചെയ്ത നമ്മുടെ ബാവാതിരുമേനിയെക്കുറിച്ച്, ഏഞ്ചൽ ബാവയെക്കുറിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കണം എൻ്റെ വിചാരം. എങ്ങനെയാണെങ്കിലും 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഗൗരവപൂർവ്വം എന്തോ ധ്യാനിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ മുമ്പിലേക്ക് സ്വർഗത്തിലെ ഒരു ദൂതൻ വന്നൊരു ദൂതറിയിച്ചു. നമ്മൾക്കറിയാം. അറിയാമോ? ഇത് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 38 വരെയുള്ള വേദവായന ഭാഗങ്ങളിൽ സെന്റ് ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 26 to 38 12 വാക്യങ്ങളിൽ വചനിപ്പ് പെരുന്നാളിൽ നാം കൃത്യമായി വായിക്കുന്ന മാതാവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട, മാതാവിൻ്റെ ഉദരത്തിലെ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട അതിമനോഹരമായ ഒരു വേദ വായന ഭാഗമാണിത്. അത് സെന്റ് ലൂക്ക് ഒരു ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. അവളുടെ പേർ മറിയ എന്നായിരുന്നു.
അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 38-ാമത്തെ വാക്യത്തിൽ മറിയ പറയുന്നു, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. തൽക്കാലം അവിടെ നിർത്താം. ഈ ആശയത്തെ ആധുനിക മനുഷ്യ സഭാ കുടുംബ ജീവിതത്തിലെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കാൻ പോകുന്നത്. പ്രസംഗ വിഷയം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മനോഹരമായ ആശയവിനിമയം വേദപുസ്തക വെളിച്ചത്തിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ദ ലൈറ്റ് ഓഫ് ഹോളി ബൈബിൾ. ആശയവിനിമയം, ആ വാക്ക് പരിചിതമാണ് ഞാൻ കരുതുന്നു. ഏതാ നല്ലത്? അതോ കമ്മ്യൂണിക്കേഷനോ? ഏത് വാക്കാ പറയണ്ടേ? എന്തെങ്കിലും പറയാല്ലേ? അർത്ഥവത്തായ ആശയവിനിമയത്തിന്റെ അപാകത കൊണ്ടാണ് മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും വലിയ വിള്ളലുകൾ ഉണ്ടാകുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുമ്പോഴും മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് ബാക്കി പറയടേ മനസ്സിലാവുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നില്ല, ഭാര്യ പറയുന്നത് ഒറ്റ ഭർത്താവ് അനങ്ങണില്ല, ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുക. ഭർത്താക്കന്മാർക്ക് മനസ്സിലാകുന്നില്ല, ഭർത്താക്കന്മാർ പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് അമ്മായിമ്മമാർ പറയുന്നത് മരുമക്കൾക്ക് മനസ്സിലാകുക? ഒരേ ഭാഷയിൽ സംസാരിച്ചിട്ടും ഏകദേശം ഒരേ സംസ്കാരത്തിൽ ജീവിച്ചിട്ടും എന്തുകൊണ്ടാണ് പറയുന്ന ആശയങ്ങൾ കേൾക്കുന്നവരിലേക്ക് കൃത്യമായി എത്തിപ്പെടാത്തത് എന്ന എക്കാലത്തെയും മനുഷ്യന്റെ ചോദ്യത്തിന് അതിമനോഹരമായ ഉത്തരങ്ങൾ ഈ വേദ വായന ഭാഗത്തിനകത്ത് ഗുപ്തമായൊരു നിധി പോലെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. ഒരു ആശയവിനിമയം അർത്ഥവത്താകണമെങ്കിൽ പറയുന്ന വാക്കുകൾ കേൾക്കുന്നവർ കേട്ടാൽ മാത്രം മതിയോ? ഇതേ മിണ്ടണില്ല. ആമുഖ സന്ദേശത്തിൽ അച്ഛൻ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ അത്? നിങ്ങൾ കേട്ട വചനങ്ങൾ എത്രമാത്രം പ്രാവർത്തികമായി എന്ന്. അപ്പൊ ആശയവിനിമയം എന്ന് പറയുന്ന വാക്ക് ഒരാൾ പറയുകയും കുറെ പേർ കേൾക്കുകയുമല്ല. പിന്നെയോ, പറയുന്ന വാക്കുകൾ കേൾക്കുന്നവർക്ക് അനുഭവമായി മാറണം. അപ്പോഴാണ് അർത്ഥവത്തായ ആശയവിനിമയം ഉണ്ടാവുക. ഇവിടെ എന്താ സംഭവിച്ചത്? പിതാക്കന്മാർ പാടി, കർണത്താൽ അവനെ കൈക്കൊണ്ട് ഉദരെ പേറി. 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ദൂതന്റെ വായിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ വചനമായി. പ്രിയപ്പെട്ടവരെ, വാക്കിൽ നിന്ന് വചനത്തിലേക്ക് ബഹുദൂരമുണ്ട്. വാക്കുകൾ വചനമാകുമ്പോഴാണ് അനുഭവമാകുന്നത്. ആ വാക്കുകളാണ് ഈ 12 വയസ്സുകാരിയുടെ ഉദരത്തിൽ വചനമായി, ജഡമായി, ക്രിസ്തുവായി. എന്ന് പറഞ്ഞാൽ എന്താ ആധുനികാർത്ഥം? ഞാനതിനിങ്ങനെ പറഞ്ഞോട്ടെ. കേൾക്കുന്ന നല്ല വാക്കുകൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് നന്മയായി ജനിക്കണം. അതിന്നും സാങ്കത്യമുള്ളതാണ്. മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അഭിതകാംക്ഷികളുടെയും ഒക്കെ നല്ല വാക്കുകൾ കേൾക്കുന്ന മക്കളുടെ വളർന്നു വരുന്ന തലമുറയുടെ ഹൃദയത്തിനകത്ത് വചനമായി, ആശയമായി, നന്മയായി രൂപാന്തരപ്പെടണം. ഇന്ന് നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാം? 2000 വർഷങ്ങൾക്കപ്പുറത്ത് ദൂതൻ പറഞ്ഞ വാക്കുകൾ എങ്ങനെയാണ് ഈ മറിയക്കുട്ടിയുടെ ഉള്ളിൽ വചനമായത് എന്നാണ് പഠിക്കേണ്ടത്. അതിനാമുഖമായി ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് ഒരു ബിഹേവിയറൽ സയൻസിൻ്റെ 6 ഘടകങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അത് കേട്ട് ആരും ഉറങ്ങണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഭാഷയിലേക്ക് വരും. ഒരു ആശയവിനിമയം അർത്ഥവത്താകണമെങ്കിൽ 6 ഫാക്ടേഴ്സ് വേണം. എന്തൊക്കെയാണെന്ന് പറയാമോ? ഞാനിങ്ങനെ ചോദിച്ച് പറയുന്ന ഒരാളായതുകൊണ്ടുള്ള കുഴപ്പമായത്. 6 ഘടകങ്ങൾ എന്തൊക്കെയാ? ഈശ്വര, പറയാൻ ഒരാൾ വേണം, സെൻഡർ എന്ന് പറയും. കേൾക്കാൻ ഒരാൾ വേണം, റിസീവർ എന്ന് പറയും. ഇവിടെ സെൻഡർ ആരാ? ഞാൻ പറയണു, നിങ്ങൾ കേൾക്കണം. പറയാൻ ഒരാൾ വേണം, പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണം, പറയുന്നയാൾക്ക് കേൾക്കുന്നവരിലേക്ക് പറയാൻ ഒരു സന്ദേശം വേണം, ഒരാശയം വേണം. വേണ്ടേ? ഇപ്പൊ സെൻഡറായി, റിസീവറായി, പിന്നെയോ മെസ്സേജായി. ഈ പറയുന്ന ആശയം കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ എന്ത് വേണം? ഒരു മീഡിയ വേണം, ഒരു ചാനൽ വേണം, ഒരു മുഖാന്തരം വേണം. വേണ്ടേ? വേണം. ഇവിടെ എന്താ മുഖാന്തരം? ഈശ്വര, കേൾക്കുന്ന നിങ്ങളിലേക്ക് പറയുന്ന ഞാൻ പറയാൻ പോകുന്ന ആശയം എത്തിക്കുന്നത് എങ്ങനെയാ? വാക്ക് മാത്രമാണോ? അയ്യോ, തലയാട്ടണം, കൈയെടുക്കണം. എൻ്റെ ആ ശരീരം മുഴുവൻ, മൈ ഹോൾ ബോഡി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് കമ്മ്യൂണിക്കേഷൻ. അർത്ഥവത്തായ ആശയവിനിമയത്തിൽ പറയുന്നയാളുടെ വാക്കുകൾ മാത്രമല്ല, പ്രത്യേകിച്ച് നിങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് അറിയാമെന്നെൻ്റെ വിചാരം, 90% ആശയങ്ങളും കൺവേ ചെയ്യപ്പെടുന്നത് നോൺ വെർബലാണ്, ആംഗികമാണ്, ഭാഷാതീതമാണ്. 10% മാത്രമേ വാക്കുകൾ കൊണ്ട്
സംവദിക്കപ്പെടുന്നുള്ളൂ. ഇനി പറയാൻ ആൾ വേണം, കേൾക്കാൻ ആൾ വേണം, പറയാൻ സന്ദേശം വേണം, ആ പറയുന്ന സന്ദേശം എത്തിക്കാൻ ഒരു മീഡിയ വേണം. അഞ്ചാമത്, ആശയവിനിമയം അർത്ഥവത്തായാൽ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും, ഒരു പ്രതികരണം ഉണ്ടാവും, ഇവാലുവേഷൻ ഉണ്ടാകും, ചോദ്യങ്ങളുണ്ടാകും. ഇതെല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു കോണ്ടെക്സ്റ്റ് വേണം, ഒരു പശ്ചാത്തലം വേണം. പറയാനൊരാൾ, കേൾക്കാനൊരാൾ, പറയാനൊരു സന്ദേശം, എത്തിക്കാനൊരു മീഡിയ, പ്രതികരണം, പശ്ചാത്തലം. ഈ 6 കാര്യം ഈ വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ വായിച്ചു കേട്ട വേദ വായന ഭാഗത്തിനകത്തുണ്ടോ? ഈ കണ്ണട വെക്കാത്തതുകൊണ്ട് ആൾക്കാരെ കാണുന്നില്ല. കണ്ണട വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ആ കൂടി പ്രയാസത്തിലാണ് ഞാനുള്ളത്. ഓക്കെ, ഒന്നുകൂടി കണ്ണട വെച്ച് നോക്കാം. ചിലപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും നിങ്ങളെ കാണാത്തത്. ഈ 6 കാര്യങ്ങൾ ഈ വിശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 26 മുതൽ 38 വരെയുള്ള വേദവായന ഭാഗങ്ങളിലേക്ക് നമ്മളിങ്ങനെ പറിച്ചു നട്ടാൽ, ഇവിടെ ആരാ പറഞ്ഞത്? ഞാൻ ടാക്സി വിളിച്ച് പോകേണ്ടി വരും. ആരാ പറഞ്ഞത്? ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു. കേട്ടത് ആരാണ്? മറിയയാണ്. ഗബ്രിയേൽ ദൂതന്റെ ആശയം എന്തായിരുന്നു? സന്ദേശം എന്തായിരുന്നു? മോളെ, നീ പുരുഷനെ അറിയാതെ ഗർഭിണിയാകും. ഈ സന്ദേശം എന്നേക്കാളൊക്കെ എത്രയോ മനോഹരമായി പാടുപെട്ടാണ്, ഓൾ ബോഡി ഉപയോഗിച്ചാണ്, വാക്കിനതീതമായ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തിയാണ് ദൂതൻ ഈ മറിയക്കുട്ടിയോട് സംസാരിക്കുന്നത്. പ്രതികരണം ഉണ്ടായോ? ഇല്ലയോ? പുരുഷനെ അറിയാമെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് അമ്മ ഉച്ചരിച്ച ആദ്യ വാചകം ഇതാണ്. ആ ചോദ്യത്തിലൂടെ പ്രതികരണം ഉണ്ടായി. ഇതൊക്കെ നടന്നത് എവിടെയാ? മറിയയുടെ വീട്ടിൽ. ഇപ്പൊ കോണ്ടെക്സ്റ്റ് ആയില്ലേ? 6 കാര്യങ്ങളിലൂടെ വന്നില്ലേ? ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മളെപ്പോഴും ചില വേദ വായന ഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നുപോകും. അതിമനോഹരവും അതിസുന്ദരവുമായി ദൂതൻ സംസാരിച്ച വാക്കുകളാണ് അമ്മയുടെ ഉദരത്തിൽ ക്രിസ്തുവായി പിറന്നത്. ആ ദൂതൻ ഉപയോഗിച്ച ടെക്നിക്ക് എൻ്റെ പരിമിതമായ അറിവിലും വായനയിലും ആധുനിക ബിഹേവിയറൽ സയൻസിനെ മുഴുവൻ അതിശയിപ്പിക്കുന്ന, ആനുകാലികത കൊണ്ട് അമ്പരപ്പിക്കുന്ന വിധത്തിലാണ് ഈ വേദവായന ഭാഗത്തിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഓർപ്പിച്ചുകൊണ്ട് അർത്ഥവത്തായ ആശയവിനിമയത്തിൻ്റെ 4 മേന്മകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1, 26, 27, 28 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിച്ചെടുക്കാം. ദൈവം 6-ാം മാസത്തിൽ ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ജോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അല്ല, ആണോ? ഞാൻ എൻ്റെ തെറ്റ്, അടുക്കൽ അയച്ചു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു. അല്ലയോ? അങ്ങനെയല്ലേ നിങ്ങളുടെ ബൈബിൾ? അല്ലയോ? ആണോ? ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു എന്നല്ല, പിന്നെയോ ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു. എന്താ വ്യത്യാസം? ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, ഏഞ്ചൽ കെയിം അൺടു ഹെർ. ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു എന്നായിരുന്നു വചനം പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മറിയയുടെ വീട്ടിൽ ദൂതൻ എത്തിയെന്ന് മാത്രമായിരുന്നു. എന്നാൽ ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു. നോക്കിയേ, പറയുന്നയാൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ആശയവിനിമയം അർത്ഥവത്താകുന്നത്. 1-ാമത്തെ ചിന്ത, കമ്മ്യൂണിക്കേഷൻ ഈസ് മൈൻഡ് എൻട്രൻസ്. അർത്ഥവത്തായ ആശയവിനിമയം ഹൃദയത്തിനകത്ത് കയറലാണ്. ഗൃഹപ്രവേശനം പോലെ മനപ്രവേശനമാണ് നല്ല ആശയവിനിമയം. അത്രയും പിടികിട്ടിയോ? ഇല്ലയോ? മക്കളുടെ ഹൃദയത്തിലേക്ക് കയറണമെന്നുണ്ടോ? ഒറ്റ മാതാപിതാക്കളാണ്, അങ്ങനെയില്ല. ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് കുറച്ചും കൂടി കയറണമെന്നുണ്ടോ? തിരിച്ച് ഇവർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമെന്നുണ്ടോ? ഇല്ലയോ? പ്രായമൊന്നും പ്രശ്നമല്ല കേട്ടോ. ഏത് പ്രായത്തിലും കൂടെ ജീവിക്കുന്ന, നമ്മളിങ്ങനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഏറ്റവും അടുത്തവരുടെ ഹൃദയത്തിലേക്ക് വാക്കുകൾ കൊണ്ട് എങ്ങനെയാണ് കയറാൻ പറ്റുക? ദൂതൻ എങ്ങനെയാണ് കയറിയത്? നമുക്കൊന്ന് പഠിച്ചു നോക്കിയാൽ കുഴപ്പമുണ്ടോ? ഇല്ലയോ? നിങ്ങൾ ആകെ ഒരു അമ്പരപ്പില്ലല്ലേ? ഏറിയ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു എന്തോ ഒരു തോന്നുന്നുണ്ട്. ഞാൻ ഇങ്ങനെയായിപ്പോയി, എൻ്റെ ദൈവം ഇങ്ങനെയാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടത്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ പതിവ് കേട്ടിരിക്കുന്ന ഒരു എന്താ പറയുക പ്രസംഗ ശൈലിയിൽ നിന്ന് ഒരു വ്യത്യസ്തത വരുന്നതുകൊണ്ടായിരിക്കും എൻ്റെ വിചാരം അങ്ങനെ. ഓക്കെ, ഇനി എൻ്റെ ഒരു ചോദ്യം, ദൂതൻ ഈ ആശയം എങ്ങനെയായിരിക്കും ഈ മറിയോട് പറഞ്ഞിട്ടുണ്ടാവുക?
കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആയിരിക്കോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറിയക്കുട്ടി അപ്പോൾ സ്ഥലം വിട്ടേ. എൻ്റെ ഭാവനയിൽ ദൂതൻ ഈ ആശയം അവതരിപ്പിച്ച് തുടങ്ങിയത് വിത്ത് എ ഗ്രേറ്റ് സ്മൈൽ. പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും ദൂതൻ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? ആരും അനങ്ങണില്ല. ആയിരിക്കുമല്ലേ? നിർഭാഗ്യവശാൽ നമ്മുടെ ആധ്യാത്മികത എവിടെയോ ഗൗരവമാണെന്നുള്ളൊരു തരത്തിലായിപ്പോയി. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചില ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം അതാ, ക്രിസ്തു ഗൗരവക്കാരനായിരുന്നോ? ദയമുണ്ടണില്ല. ചിരിക്കാത്ത ആളായിരുന്നോ? ഞാൻ എൻ്റെ മുറിയിൽ ഞാനൊരു പൊട്ടിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പിക്ചർ വെച്ചിട്ടുണ്ട്. ചിലരൊക്കെ ചോദിക്കും, എങ്ങനെ കർത്താവ് ചിരിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, ഇത്രയും ചിരിച്ച ആൾ വേറെ ആരുണ്ടാവും? ചിരിക്കാത്ത മുഖമായിരുന്നു കർത്താവിൻ്റെതെങ്കിൽ കർത്താവിൻ്റെ ഭാവത്തിലും നടത്തത്തിലും സംസാരത്തിലും ലാളിത്യമില്ലായിരുന്നുവെങ്കിൽ അവൻ്റെ വാക്ക് കേട്ട് ആരും പടകും വലയും വിട്ട് പോകുമോ? നമ്മുടെ പിന്നാലെ മക്കൾ പോലും വരുന്നില്ല. കാര്യം മനസ്സിലായല്ലോ. ആധുനിക മലയാളിക്ക് അവൻ്റെ ആശയവിനിമയത്തിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് പുഞ്ചിരിയാണ്. ഒരു ചിരി കൊണ്ട് എന്തെല്ലാം നേടാം. എന്നിട്ട് ഒരു ആൾക്കാരുടെ മുഖം നോക്കി ഗുഡ് മോർണിംഗ് എന്ന് പറയും. ചിരിയുണ്ടോ? ഞാൻ ഇന്നലെ ടീച്ചേഴ്സിലേക്ക് ഒരു 120 ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുക. ഞാൻ ചോദിച്ചു, ഒരു ഗുഡ് മോർണിംഗ് മിസ് എന്ന് പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ആ ഗുഡ് മോർണിംഗിനെ ചിരിച്ചുകൊണ്ട് ആയ് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കി ഗുഡ് മോർണിംഗ് സ്വീകരിക്കാറുണ്ടോ? എല്ലാ ടീച്ചർമാരും പറഞ്ഞു ഞങ്ങൾ പറയും, അവർക്ക് അത്രയേ ഉള്ളൂ സംഗതി. നോക്കിയേ, ജീവിതത്തിൽ പുഞ്ചിരി എന്ന് പറയുന്നതിൻ്റെ വലിയ അർത്ഥം ഇത് എത്ര കൊടുത്താലും തീരുമോ? തിരിച്ചു നോക്കി തീരുമോ? ഇനി വല്ല ചെലവുണ്ടോ കൊടുക്കാൻ? സൗജന്യമായിട്ട് കൊടുക്കാം. ഇനി കിട്ടുന്നയാക്കോ? ഒരു നിമിഷം കൊണ്ട് അയാളോട് നമ്മൾ പറയുന്നത്, എടോ എനിക്ക് തന്നെ ഇഷ്ടമാണെന്നാ പറയുന്നത്. തൻ്റെ അടുത്ത്, താൻ എൻ്റെ അടുത്ത് വന്നതിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറയാണ്. യു മേക്ക് മീ ഹാപ്പി, ഐ ആം കംഫർട്ടബിൾ വിത്ത് യു, ഐ ലൈക്ക് യു എന്നൊക്കെയുള്ള നോൺ വെർബൽ സന്ദേശം ഒരു ചിരിയിലൂടെ കൺവേ ചെയ്യാനാകും. ദൂതൻ്റെ മുഖഭാവം പുഞ്ചിരിയുടെ മുഖഭാവമായിരുന്നിരിക്കും എന്ന എൻ്റെ വിചാരം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ ചിരികളുണ്ടാകണം. മക്കളോട് സംസാരിക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഒരു ചിരി വരണം. ഗുഡ് നൈറ്റ് പറയുമ്പോൾ ഒരു ചിരി വരണം. അങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പരസ്പരം ഹൃദ്യമായി ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ നോക്കി ഒന്ന് ചിരിക്കാൻ പഠിച്ചാൽ നല്ലതാണ്. രണ്ടാമത്തെ ആശയം, ദൂതൻ്റെ ആശയവിനിമയ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുകയാണ്. ആദ്യ വാക്കെന്താണ്? കൃപ ലഭിച്ചവളെ. അത്ര മതി. നോക്കി, 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ ഭൂമിയിൽ താൻ ആദ്യമായി കണ്ട കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു കൃപയുള്ളവളെ. എന്താ അതിൻ്റെ അർത്ഥം? കൃപ എന്താണെന്ന് വ്യാഖ്യാനിക്കാൻ പോണ്ട, വ്യാഖ്യാനിച്ചാലും തെറ്റില്ല. എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, താൻ ആദ്യം കണ്ട പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി അവളുടെ നന്മ പറഞ്ഞു, മോളു നിനക്ക് എന്തുണ്ട്? കൃപയുള്ളവളാടി. എന്താ അതിൻ്റെ ആധുനിക അർത്ഥം? വേർഡ് ഓഫ് അപ്രീസിയേഷൻ, അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ കൊണ്ടാണ് ദൂതൻ ആശയവിനിമയം ആരംഭിച്ചത്. നമ്മുടെ ജീവിതത്തിൽ കൂടെ ജീവിക്കുന്ന വ്യക്തികളെ നോക്കി അവരുടെ നന്മകൾ പറയാറുണ്ടോ? ആരൊരു ഉത്തരവും മിണ്ടുന്നില്ല. നമ്മളിങ്ങനെ ബൈബിൾ വായിച്ച് എന്ത് രസമാണെന്നറിയാമോ? താൻ ആദ്യമായി കണ്ട നഥനയേലിനെ നോക്കി ക്രിസ്തു പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? എന്താ? നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിന്നിൽ കാപഠ്യമില്ല. വേർഡ് ഓഫ് അപ്രീസിയേഷൻ ആണ്. വേദപുസ്തകം ഉടനീളം പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ പ്രാർത്ഥനാ നിർഭരമായൊരു വാക്യമുണ്ട്, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. വാക്കുകൾക്ക് രുചിയുണ്ടാകുന്നത് വാക്കുകൾ അഭിനന്ദനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വാക്കുകൾ ഉണ്ടാകുന്നുണ്ടോ? ദൈവമിണ്ടണില്ല. നോക്കിയേ, രാവിലെ ഒരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കിട്ടുമ്പോൾ ഇത് കൊണ്ടുതരുന്ന ആരുമാകട്ടെ അവരുടെ മുഖത്ത് നോക്കാറുണ്ടോ? ചിരിക്കാറുണ്ടോ? നന്നായി എന്ന് പറയാറുണ്ടോ? നമ്മൾ നല്ല വാക്കുകൾ പറയാൻ മറന്നു പോകുന്നവരാ പ്രിയപ്പെട്ടവര്. ഇപ്പോൾ 4 കറി ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഓക്കെ, 4 കറിയിൽ അവിയലിന് ലേശം ഉപ്പ് അധികമായി എന്ന് വിചാരിക്കുക. 0.01 മില്ലിഗ്രാം ഉപ്പ് അധികമായ അവിയൽ അടക്കം 4 കറികൾ മുമ്പിലേക്ക് കിട്ടിയാൽ നമ്മൾ എന്തു പറയും? ഒറ്റയാളും മിണ്ടണില്ല.
ഇതിൽ ട്രസ്റ്റി ഉണ്ടാവും, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെ വലിയ വലിയ പുള്ളികളൊക്കെ ഉണ്ടാവും. എൻ്റെ ചോദ്യം, ഇതിങ്ങനെ കിട്ടിയാൽ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, അതൊന്നും മോശമുള്ള കാര്യമല്ല. എന്ത് പറയും നിങ്ങൾ? എന്ത് പറയും? എടി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ 3 കറികളും നന്നായി, 4ാമത്തെ കറിക്ക് അല്പം ഉപ്പ് അധികമായി, സാരമില്ല, നാളെ മുതൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയോ? പറയില്ല എന്ന് മാത്രമല്ല, ഈ 0.01 മില്ലിഗ്രാം ഉപ്പധികമായ കറിയുടെ പാത്രം ഇങ്ങനെ നീക്കി വെച്ചിട്ട് ചില ചരിത്ര ഗവേഷണമൊക്കെ നടത്തും. നിനക്ക് പണ്ടേ നേരെ ചൊവ്വേ അവയിലുണ്ടാക്കാൻ അറിയില്ല എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ പറയുക. അവിടെ 3 കറി നന്നായേ, അവിടെ അഭിനന്ദിക്കാൻ നമ്മൾ മറന്നുപോയേ, 40 മാർക്ക് വാങ്ങി വന്നാൽ എന്താണ് അമ്മ ചോദിക്കുക? വെരി ഗുഡ് മോനു, കൺഗ്രാറ്റ്സ് പറയോ? എവിടെ പോയടാ നിന്റെ ബാക്കി 10? ഇതാ നമ്മുടെ ഒരു മെന്റൽ മേക്കപ്പ്. ഇനി അങ്ങനെ ഉപ്പധികമായ കറിയെ ഇങ്ങനെ തള്ളി നീക്കി വരുമ്പോൾ നിങ്ങൾ എന്ത് പറയും? മർത്തമറിയ സമാജത്തിൻ്റെ സെക്രട്ടറി, അഖിലേന്ത്യാ പ്രസിഡന്റ്, സൺഡേ സ്കൂൾ അധ്യാപിക, ചില പള്ളിയിൽ പോയാൽ പറയും കഴിഞ്ഞ 25-30 വർഷമായിട്ട് ഞാൻ അധ്യാപികയാണെന്നൊക്കെ പറയും. നല്ല കാര്യം, മോശമാണെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ എന്ത് പറയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അച്ചായ നാളെ മുതൽ ഞാൻ ശ്രദ്ധിക്കാം ഉപ്പിൻ്റെ കാര്യത്തിൽ എന്ന് പറയുമോ? ദൈവണ്ടണില്ല പറയുമോ? ഇതങ്ങ് തള്ളും. ചിലപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കും ഉപ്പ് അധികമായി എന്ന് വരും, വേണമെങ്കിൽ കഴിച്ചിട്ട് ബാക്കി പറ. നിങ്ങൾ കേൾക്കണേ അല്ലേ എന്നും? സൗകര്യം ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി. നോക്കിയേ, നമ്മുടെ ആധ്യാത്മികത കിടക്കുന്ന കിടപ്പ് എവിടെയാ നോക്കിയേ. 1.01 മില്ലിഗ്രാം ഉപ്പ് അധികമായതിൻ്റെ പേരിൽ ഒരു ദിവസം പോകും, മണിക്കൂറുകൾ പോകും. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയിൽ മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മാതാപിതാക്കളോട്, സഹപ്രവർത്തകരോട് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം. കൃപ ലഭിച്ചവളെ, മോള് നിനക്ക് കൃപയുണ്ടടി. നോക്കിയേ, ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ നല്ല വാക്കുകൾ കേൾക്കാതെ പോകുന്നതിൻ്റെ വലിയ ആഘാതം എന്നാണെന്നറിയാമോ? നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ഇല്ലയോ? ആദ്യം തന്നെ ഈ തമ്പുരാൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. ഉൽപ്പത്തിയിൽ എനിക്ക് രസകരമായി തോന്നാറുണ്ട്, ഞാൻ തമാശയായിട്ട് പറയാറുണ്ട്, ഏറ്റവും വലിയ തള്ളിയതാരാ? ലോകത്തിൽ ഏറ്റവും വലിയ തള്ളുകാരനാരാ? ദൈവമാണ്. എപ്പോഴാണ് ദൈവം തള്ളിയത്? ആദിയിൽ ദൈവം ആകാശവും സൃഷ്ടിച്ചു, നല്ലതെന്ന് കണ്ടു. സൃഷ്ടിച്ചതാരാ? ദൈവം. നല്ലതെന്ന് പറഞ്ഞതാരാ? ഇതിനാണല്ലോ നമ്മൾ തള്ളെന്ന് പറയണേ. നോക്കിയേ, സാക്ഷാൽ ദൈവം തമ്പുരാൻ പോലും തൻ്റെ സൃഷ്ടി നടത്തിയിട്ട് സൃഷ്ടിയെ നോക്കിയിട്ട് പറഞ്ഞു വെരി ഗുഡ്, നന്നായിരിക്കുന്നു. കാരണം എന്താ? അവിടെ അഭിനന്ദിക്കാൻ വേറെ ആരും ഇല്ല. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന, അതിൻ്റെ മറുഭാഗം ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ, നല്ല പാചകം, നല്ല വാചകം, നല്ല അധ്യാപനം, എന്തിനും നമ്മൾ വിചാരിക്കുന്ന പോലെ അപ്രീസിയേഷൻ കിട്ടിയെന്ന് വരില്ല. അപ്പോഴാണ് ദൈവം പറഞ്ഞു, തൻ്റെ സൃഷ്ടിയെ നോക്കി ദൈവം തന്നെ പറഞ്ഞു നല്ലത്. അതുകൊണ്ടാണ് എൻ്റെ വിചാരത്തിൽ ചിലരൊക്കെ ഒരു കോഫി ഉണ്ടാക്കിയിട്ട് പറയും എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കോഫി? കാരണം ഈ കോഫി എത്രയോ കാലമായി കുടിച്ച പഹയൻ ഇന്ന് വരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ചോദിക്കുക ഇതെങ്ങനെയുണ്ട്, അപ്പം എന്തെങ്കിലും അഭിപ്രായം പറയണമല്ലോ. അതുകൊണ്ട് ജീവിതയാത്രകളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായി നല്ല വാക്ക് കിട്ടിയില്ലെങ്കിൽ യു ഹാവ് ടു അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇൻ ഓർഡർ ടു എക്സിസ്റ്റ്, നിലനിൽക്കാൻ അവനവനെ അഭിനന്ദിക്കണം. നല്ല അവിയലുണ്ടാക്കിയിട്ട് മക്കളോ ഭർത്താവോ ഒന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ തന്നെ ഇങ്ങനെ പറയണം, നന്നായിരിക്കുന്നു, വെരി ഗുഡ് എന്ന് പറയണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 2, കൂടെ ജീവിക്കുന്ന വ്യക്തികളുടെ എന്തെങ്കിലും നന്മ കണ്ടാൽ ഒരു മറയും മടിയും ഇല്ലാതെ മുഖത്ത് നോക്കി നന്നായിരിക്കുന്നു മോനെ, നന്നായിരിക്കുന്നു മോളെ എന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ വന്നാൽ ആശയവിനിമയം നന്നാവും. ആശയവിനിമയം നന്നായാൽ ആമാശയവിനിമയവും നന്നാവും, ബന്ധങ്ങളും നന്നാവും. കൃപ ലഭിച്ചവളെ, അടുത്ത വാക്കെന്താ? നിനക്ക് വന്ദനം. സ്ത്രീയായും മൃഗമായും ജനിക്കാത്തതിനാൽ ദൈവമേ നിനക്ക് നന്ദി എന്ന് പുരുഷന്മാർ പ്രാർത്ഥിക്കുന്ന കാലത്താണ് സ്വർഗത്തിൽ നിന്ന് വന്നൊരു ദൂതൻ ഭൂമിയിലെ പെൺകുട്ടിക്ക് അങ്ങോട്ട് വന്ദനം കൊടുത്തു. ഞാനത് ഇങ്ങനെ പറഞ്ഞോട്ടെ, എ വേർഡ് ഓഫ് റെസ്പെക്ട്. ആശയവിനിമയം അർത്ഥവത്താകണമെങ്കിൽ കേൾക്കുന്ന വ്യക്തികളെ ബഹുമാനിക്കുക എന്ന് പറയും. ഈ ബഹുമാനം എവിടെ നിന്ന് എങ്ങോട്ടാ പോകണ്ടേ? ആരും മിണ്ടണില്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ത്? ബഹുമാനം. ഇങ്ങോട്ട് വന്നോട്ടെ എന്നാ, ഇഷ്ടം പോലെ എന്നെ ബഹുമാനിച്ചോളൂ. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമോ? ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറയും. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല
ഇവിടെയും കിട്ടും. എന്താ? മക്കളെ ബഹുമാനിക്കൂ. ഇത് താഴേന്ന് മേലോട്ടല്ല, മേലേന്ന് താഴോട്ടാണ്. അധ്യാപകർ ആരെ ബഹുമാനിക്കണം? ദൈവമിണ്ടണില്ല. വിദ്യാർത്ഥികളെ, ഭർത്താക്കന്മാർ ആരെ? ഇതെങ്ങനെ ബഹുമാനിക്കുക എന്ന് വെച്ചുകൊണ്ട് നാളെ മുതൽ ഭാര്യയെ കാണുമ്പോൾ ഈ മുണ്ടൊക്കെ അഴിച്ച് ബഹുമാനിക്കണം എന്നല്ല ഞാൻ ഈ പറയുന്നത്. റിസ്പെക്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ഈസ് റിസ്പെക്ട് എന്ന് പറയും. നമ്മുടെ താഴെയുള്ളവരെ, സഹപ്രവർത്തകരെ, മക്കളെ, കൊച്ചുമക്കളെ കേൾക്കണം. നല്ല കേൾവി ബഹുമാനം കൊടുക്കല എന്ന് വെച്ചാൽ എന്താ? ആക്റ്റീവ് റിസ്പെക്ട് ഈസ് ഹീലിംഗ് എന്ന് പറയും. മനുഷ്യന്റെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങുന്നത് അവർ പറയുന്നത് കേൾക്കുമ്പോഴാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കേൾക്കാൻ ആളില്ലാതെ പോവുകയാണ്, അല്ലേ? എന്നിട്ട് മക്കളെക്കുറിച്ച് ആസ് എ കൗൺസിലർ ഞാൻ ആയിരക്കണക്കിന് പരാതിയാണ്. മിനിഞ്ഞാന്ന് ഞാൻ സംസാരിച്ച ഒരു മോനെക്കുറിച്ചും അപ്പൻ്റെ അമ്മയുടെയും പരാതിയാണ്. മൊബൈൽ അഡിക്റ്റാണ്, ഗെയിം അഡിക്റ്റാണ് ആ കുട്ടി. പക്ഷേ ആ മകനോടും മകളോടും ക്വാളിറ്റി ടൈം അരമണിക്കൂറെങ്കിലും ഒരു ദിവസം സംസാരിക്കുന്നുണ്ടോ മാതാപിതാക്കളില്ല. കാരണം അവരും ദൈവമിണ്ടണില്ല, അവരും അതിൻ്റെ മുകളില്ല. നമ്മുടെ മക്കൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ, 4 വയസ്സിൽ 5 വയസ്സിൽ തുടങ്ങി നഴ്സറിയിൽ പോകുന്ന കാലം മുതൽ നമ്മുടെ മക്കൾക്ക് അമ്പിളിയമ്മാവനെ കുറിച്ച്, നഴ്സറി ടീച്ചറെ കുറിച്ച്, സുഹൃത്തിനെ കുറിച്ച്, നീരാകാശത്തെ കുറിച്ച്, കണ്ട കാഴ്ചകളെ കുറിച്ച് മകനും മകൾക്കും പറയാനുണ്ട്. അന്ന് കേൾക്കില്ല. 8 വയസ്സിൽ കേൾക്കില്ല, 10 വയസ്സിൽ കേൾക്കില്ല, 12 വയസ്സിൽ കേൾക്കില്ല. പിന്നെ ആരാ ഇവരെ കേൾക്കുന്നത്? ഒരിക്കൽ ഒരു 1.5 വർഷം മുമ്പാണ് ഒരു +2കാരി പെൺകുട്ടിയെയും അവളുടെ അമ്മയും ടീച്ചറാണ്, +2 അധ്യാപികയാണ്, രണ്ടുപേരും എന്നെ കാണാൻ വന്നു. എന്നിട്ട് ആ മകളെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഈ ടീച്ചർ പറഞ്ഞൊരു കംപ്ലൈൻറ്റ്, ഇവളങ്ങ് ഔട്ട്ബേഴ്സ് ചെയ്യാണ് സർ. എനിക്ക് പേടിയാകാം, ഞാനൊരു ടീച്ചറല്ലേ, അപ്പുറത്തെ വീട്ടുകാരൊക്കെ കേൾക്കില്ലേ, അതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അല്ല ടീച്ചർ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്? അപ്പോൾ ടീച്ചർ വിചാരിച്ചു ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. പറഞ്ഞു എത്ര 2500 ഉണ്ടാവും. ഞാൻ ചോദിച്ചു എത്ര ലക്ഷം രൂപയായി? അന്നൊരു 40 ലക്ഷം രൂപയൊക്കെ ആയിട്ടുണ്ടാവും എന്നവർ പറഞ്ഞു. ഞാൻ ഉടനെ അവരോട് ചോദിച്ചു, 40 ലക്ഷം രൂപ മുടക്കി നിങ്ങൾ പണിത വീടിൻ്റെ അകത്ത് ഈ 12 വയസ്സുകാരി പെൺകുട്ടിക്ക് പൊട്ടിത്തെറിക്കാനുള്ള അവകാശമില്ലേ? ദൈവമിണ്ടണില്ല. നമ്മുടെ എല്ലാ ഫ്രസ്ട്രേഷനും, എല്ലാ സങ്കടങ്ങളും, എല്ലാ പരാതികളും പറഞ്ഞു തീർക്കാനുള്ള ഇടമാണെന്ത്? വീടുകൾ. അതിൻ്റെ അകത്ത് അതിന് സ്ഥാനവും സ്ഥലവും ഇല്ലാതെ വരുമ്പോഴാണ് മക്കൾ. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഇനിയുള്ള കാലത്ത് നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാരന്റിങ് ആണ്. മക്കളുമായി ബന്ധപ്പെട്ട ഹൗ ടു ഹാൻഡിൽ അവർ ചിൽഡ്രൻ എന്നുള്ളതാണ്. അത്ര മിടുക്കന്മാരും മിടുക്കികളുമായ ഈ മക്കളെ ഹാൻഡിൽ ചെയ്യാൻ നിർബന്ധമായി ഞാൻ പറയും, അവരുടെ കൂടെ സമയം ചെലവഴിക്കാൻ വേണം. അവർ പറയുന്ന ഇരുന്ന് കേട്ടാൽ മതി. എൻ്റെ ഒരു സങ്കല്പ സ്വപ്നം പറയാം. നമ്മുടെയൊക്കെ സന്ധ്യാപ്രാർത്ഥനകളുടെ രൂപം അല്പം മാറിയാൽ തെറ്റില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ജമ്പ് ചെയ്തൊന്നും സന്ധ്യക്ക് പ്രാർത്ഥിക്കണമെന്നില്ല. പ്രാർത്ഥനയ്ക്ക് മുമ്പോ പ്രാർത്ഥനയ്ക്ക് ശേഷമോ ഒരു 15 മിനിറ്റ്, ഒരു 20 മിനിറ്റ് മക്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ, അവർ പറയുന്ന എല്ലാം മറന്ന് കേൾക്കാൻ, ഒരു ഉപദേശവും കൊടുക്കാതിരിക്കാൻ എനിക്കാകുമോ? നിങ്ങൾക്കാകുമോ? മാതാപിതാക്കൾക്കാകുമോ? ഇവിടെ 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഒരു കൗമാരക്കാരിയെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞാൽ കൗമാരക്കാരിയെ കേട്ടു എന്ന് അതിൻ്റെ അർത്ഥം. 3ാമത്തെ വാക്കെന്താണ്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്റെ കൂടെയുണ്ട് മോളൂ. എ വേർഡ് ഓഫ് പോസിറ്റീവ് എനർജി, എ വേർഡ് ഓഫ് ക്രിയേറ്റിവിറ്റി. ധൈര്യപ്പെടുത്തലിന്റെ, പ്രചോദനത്തിന്റെ വാക്കാണത്. ദൈവം നിന്റെ കൂടെയുണ്ട്. വേർഡ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഗതി അതാണ്. എൻ്റെ വിചാരത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന് അപ്പുറത്തൊരു മോട്ടിവേഷൻ ഇല്ല. ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താ? ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ കിടന്ന ക്രിസ്തു എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നത് പറഞ്ഞതാണ്. ഉറപ്പാണ് ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ വീടിൻ്റെ അകത്ത്, പ്രത്യേകിച്ച് കേരളമൊക്കെ ആത്മഹത്യയുടെ മുനമ്പായി മാറുന്ന പുതിയ കാലഘട്ടത്തിൽ, പരീക്ഷയ്ക്ക് തോറ്റതിന് ആത്മഹത്യ, പ്രണയം തകർന്നതിന് ആത്മഹത്യ, ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിന് ആത്മഹത്യ, ആത്മഹത്യകൾ ഇങ്ങനെ നീളുമ്പോൾ ഓർത്തിരിക്കണം, വീടിനകത്ത് ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്നെ അലട്ടുന്ന സകല പ്രശ്നങ്ങൾക്കും സകല പ്രതിസന്ധികൾക്കും നിന്നെ അതിജീവിക്കാനുള്ള അതിജീവനത്തിൻ്റെ മന്ത്രണമാണ് പ്രാർത്ഥന. അതാണ് ദൈവം എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കൂടെ ദൈവം ഉണ്ടോ എന്ന് ആർക്ക് തോന്നണം? ദൈവമുണ്ടണില്ല. ആർക്ക് തോന്നണം? എങ്ങനെ ദൈവം ഉണ്ടെന്ന് തോന്നുക? എൻ്റെ വിചാരം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ് 3 വാക്കുകളുടെയും എന്താ പറയുക, നോട്ട്, അതിൻ്റെ വോയിസ് ഓഫ് മോഡുലേഷൻ, ടോൺ വ്യത്യസ്തമാണ്.
എൻ്റെ സങ്കല്പത്തിൽ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഉറപ്പിച്ച ആ വാക്ക് സ്ട്രെസ് ചെയ്താണ്. വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് ആ വാക്കുകൾ പറയുന്ന രീതിയുമായി കൂടി ബന്ധപ്പെട്ടതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഒരു പുഞ്ചിരിയുടെ അകമ്പടിയോടുകൂടി അഭിനന്ദനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പോസിറ്റീവ് എനർജിയുടെയും വാക്കുകളിലൂടെയാണ് മറിയക്കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ദൂതൻ പ്രവേശിച്ചത്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് നത്തിങ് ബട്ട് മൈൻഡ് എൻട്രൻസ്. ഹൃദയത്തിനകത്തേക്ക് വാക്കുകളെ പ്രവേശിപ്പിക്കലാണ് ആശയവിനിമയം. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞാനിങ്ങനെ നിന്ന് ക്ഷണിക്കുക എന്നല്ലാണ്ട് ഈ ക്ഷണം കേട്ട ഒരു മട്ടും ഭാവവും നിങ്ങൾക്കില്ല. എൻ്റെ ജീവിതത്തിൽ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്നാൽ ഞാൻ തള്ളുകയല്ല കേട്ടോ. ഒരു 5000 സ്റ്റേജ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽ 2500 സ്റ്റേജ് മോട്ടിവേഷണൽ ടോക്കാണ്. ഇത്രയും ഓർത്തഡോക്സുകാരെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾക്കാരെ ലോകത്തിൽ വേറെ ഒരു ജനവിഭാഗം ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇരിപ്പ് കണ്ടാലേ ഒരു വലിയ സങ്കടത്തിലുള്ളൊരു ഇരിപ്പാണ്. ആണോ? അല്ലേ? നമ്മുടെ ശരീരഭാഗങ്ങളൊന്നും അനങ്ങുന്നില്ല. ഞാനൊരു ബത്തേരിക്കാരനായതുകൊണ്ട് പറയല്ല. യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വിചാരം തെക്ക് നിന്ന് വടക്ക് നിന്ന് തെക്കോട്ട് ഇങ്ങനെ വരും തോറും ഗൗരവം കൂടി കൂടി വരും. കാസർഗോഡ് നിന്ന് വളരെ ലളിതമാണ്. അങ്ങനെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ വരെ വരുമ്പോഴേക്കും ഗൗരവം വല്ലോണ്ട് കൂടും. തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഏറ്റവും പുതിയ സർവേ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ PhD-ക്കാരുള്ളത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ്. എന്താ PhD? പ്രഷർ, ഹാർട്ട്, ഡയബറ്റിക്സ്. ഇത് അടിസ്ഥാനപരമായ മനുഷ്യന്റെ അറിയില്ല, ചിരിക്കൂല, മുഖം കഴുകും, അതുമില്ല. ഇങ്ങനെ ഭക്ഷണം നേരെ ചൊവ്വേ. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം വെച്ച് ഞാൻ പറഞ്ഞു, എന്തിനത്ര തിരക്ക്? നമ്മുടെ മുമ്പിൽ കിട്ടിയ ഭക്ഷണത്തിന്റെ രുചി അറിയണ്ടേ? ദയമിണ്ടണില്ല. അറിയുന്നുണ്ടോ? ഇതാ എൻ്റെ ചോദ്യം. 3 പപ്പടം കൂട്ടി ചോറുണ്ണതിന് ഇടയ്ക്ക് ചില ആൾ ചോദിക്കും, ഇന്ന് പപ്പടമൊന്നും ഇല്ലേടി. ഈ പഹൻ അത് മറന്നു, ഈ പുള്ളി വേറെ എന്തോ ചിന്തയില്ല. ഞാൻ പറഞ്ഞു വന്നത്, ശ്രദ്ധ ക്ഷണിക്കുമ്പോൾ ഒരു തല കുലിക്കിയാൽ പോലും എനിക്ക് മനസ്സിലാവും നിങ്ങൾ ശ്രദ്ധ ക്ഷണം സ്വീകരിച്ചു. അപ്പോഴും ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇത്രയും ഗൗരവക്കാരായ അപ്പമാരുടെയും ഭർത്താവിൻ്റെയൊക്കെ കൂടെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അതിനെല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ആശയം, അതിമനോഹരമായി അതിസുന്ദരമായി ദൂതൻ ഈ മറിയയോട് ആശയവിനിമയം നടത്തിയപ്പോൾ മറിയയോട് ദൂതൻ പറഞ്ഞ അടുത്ത വാചകമുണ്ട്. എന്താണ്? ആ വാക്ക് കേട്ട് അവൾ പരിഭ്രമിച്ചു. എന്തായാലും കുഴപ്പമില്ല, പരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭ്രമിച്ചു, പേടിച്ചുപോയി. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഉത്തരം ഞാൻ തന്നെ പറയാം. ഓക്കെ. മറിയയുടെ മുഖത്ത് താൻ പറഞ്ഞ ആശയം കേട്ട് ഈ കേട്ട മറിയയുടെ മുഖത്തുണ്ടായ ഭാവം പരിഭ്രമത്തിൻ്റെതാണെന്ന് എങ്ങനെ ദൂതന് മനസ്സിലായി? ഞാൻ ഒരു ക്ലൂവും കൂടി തരാം. എന്താണ് ഈശ്വര നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കളുടെ മുഖത്തെ പരിഭ്രമങ്ങൾ നമുക്കെന്തേ മനസ്സിലാകാതെ പോകുന്നത്? ഇവിടെ നോക്കിയേ, ആശയവിനിമയത്തിന് രണ്ടാമത്തെ അർത്ഥം അതാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ വെർബൽ ടു. ആശയവിനിമയം ഭാഷാതീതമാണ്, ഭാഷ മാത്രമല്ല. തൻ്റെ വാക്കുകൾ കേട്ട മറിയയുടെ മുഖത്തുണ്ടാക്കിയ പരിഭ്രമം ദൂതന് മനസ്സിലായതിൻ്റെ കാരണം എന്താ? ദൂതൻ അവളുടെ മുഖത്ത് നോക്കി. മുഖം പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ 20% ആശയവിനിമയം കൺവീയുന്ന കണ്ണുകളിലൂടെയാണ്. നമ്മുടെയൊക്കെ മക്കളുടെ അകത്തെ സങ്കടങ്ങൾ, ആകുലതകൾ, ആകാംക്ഷകൾ അവർ പറയുന്നതിന് മുമ്പ് അറിയണം. എങ്ങനെ? മുഖത്ത് നോക്കിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇന്നെങ്കിലും പോയിട്ട് ഭാര്യയെ വിളിച്ച് അടുത്തിരുത്തി മുഖത്ത് നോക്കവളുടെ മുഖത്തെ ഭാവം എന്താന്ന് മനസ്സിലാവണ്ടേ? വാക്കിലൂടെ പറയുന്നതിന് മുമ്പ് കൂടെ ജീവിക്കുന്ന അടുത്തവരുടെ മുഖത്തെ ഭാവം ചിരിക്കാൻ പറഞ്ഞതല്ല, പിടിച്ചിരുത്ത്. അച്ചായൻ്റെ മുഖത്തെ ഭാവം ഒന്ന് വായിക്ക്. അഹംഭാവത്തിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ ഇമോഷൻസും, നമ്മളെല്ലാം ഇമോഷണലി ഡ്രിവൺ ആണ്. വൈകാരിക ജീവികളാണ് നാം, ബുദ്ധിജീവികളല്ല. നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാനും സങ്കടപ്പെടുന്ന കൊച്ചു കാര്യങ്ങളാണ്. ആ കൊച്ചു കാര്യങ്ങൾ വാക്കായി പുറത്തു വരുന്നതിന് മുമ്പ് മുഖത്ത് അഭാവം ഉണ്ടാകും. പലപ്പോഴും ആസ് എ കൗൺസിലർ ഞാൻ പറയും, 18 22 വയസ്സിലൊക്കെ മക്കൾ വഴിതെറ്റിപ്പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന അടുത്തിടെ ഒരു പിതാവ് നെഞ്ചുപൊട്ടിക്കൊണ്ട് പറഞ്ഞത്, ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ലോൺ എടുത്ത് മറ്റൊരു നിർവാഹവുമില്ലാത്ത വിട്ട മകൾ, അവൾ ഒരു ദിവസം അപ്പയ്ക്ക് ഫോൺ ചെയ്തു, പപ്പ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തകർന്നുപോയി.
എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ഇവര് 22 വയസ്സിൽ ഒറ്റയടിക്ക് വഴിതെറ്റുകയല്ല. വഴിതെറ്റലിൻ്റെ വഴിമാറി സഞ്ചരിക്കലിൻ്റെ ചില ചെറിയ രൂപങ്ങൾ ഇവർ 8 വയസ്സിലും 9 വയസ്സിലും ഒക്കെ കാണിക്കുന്നുണ്ട്. മക്കളുടെ അസ്വസ്ഥതകൾ, അവരുടെ പരിഭ്രമങ്ങൾ, അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ കാണിക്കുന്ന ചില ചെറിയ മാറ്റങ്ങൾ തിരിച്ചറിയാൻ, ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റാതെ പോവുകയാണ്. ഇവിടെ നോക്കിയേ, വളരെ കൃത്യമായി തൻ്റെ വാക്കുകൾ ഈ മറിയക്കുട്ടിക്കുണ്ടാക്കിയ പരിഭ്രമം ആര് തിരിച്ചറിഞ്ഞു? ദൂതൻ. ഇവിടെയാണ് ഈ വേദവായന ഭാഗം ആധുനിക മനുഷ്യരോട് പറയും, മകനെ മകളെ, നിന്റെ ജീവിത പങ്കാളിയുടെ, മാതാപിതാക്കളുടെ, മക്കളുടെ, കൊച്ചുമക്കളുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ തിരിച്ചറിയാൻ, പരിഭ്രമങ്ങൾ, സന്തോഷങ്ങൾ, സങ്കടങ്ങൾ തിരിച്ചറിയാൻ, വായിക്കാൻ മിനിമം അവരുടെ മുഖത്തെങ്കിലും നോക്കണം. അച്ഛൻ എന്നോട് പ്രസംഗം നിർത്തുന്ന സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറ്, കേൾക്കുന്നവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം പ്രസംഗം എപ്പം നിർത്തിപ്പോടേ എന്ന് പറയും ആൾക്കാർ. അതിനു മുമ്പ് നിർത്തണം. ഇന്ന് പിന്നെ കണ്ണട വെക്കാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും അത് വായിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദൂതൻ്റെ, മറിയയുടെ മുഖത്തെ സങ്കടം ദൂതൻ അറിഞ്ഞതുപോലെ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അടുത്തവരുടെ മുഖത്തെ സങ്കടങ്ങൾ തിരിച്ചറിയാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. എങ്ങനെയാ ഈ ദൂതൻ ഈ മറിയക്കുട്ടിയുടെ പരിഭ്രമത്തെ മാറ്റിയത്? അതിമനോഹരമാകട്ടോ ഇത്. മറിയേ, ഒരു വിളിയാ. നോക്കിയേ, അപ്പൊ താൻ ഭൂമിയിൽ സംസാരിക്കാൻ പോകുന്ന പെൺകുട്ടിയെക്കുറിച്ച് കൃത്യമായി തുയോപ നടത്തിയിട്ട് ആര് വന്നേ? ദൂതൻ വന്നത്. മുന്നൊരുക്കം വളരെ പ്രധാനമാണ്. സംസാരിക്കുന്ന ജനതയോട് അവർ ഏത് നിലവാരത്തിലാണ്, എന്താണെന്ന് അറിയണ്ടേ? ഞാൻ വന്നിവിടെ ഇരുന്നപ്പോൾ നിങ്ങളുടെ വികാരിച്ച് ചോദിച്ചതാണ്, അച്ഛാ ഇടവകയെക്കുറിച്ച് ചെറിയ ഒരു ബ്ലൂ പ്രിന്റ് എനിക്ക് തരൂ, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? 2 മിനിറ്റേ പറഞ്ഞല്ലോ കേട്ടോ, ഇതൊക്കെ അച്ഛൻ പറഞ്ഞുകൊണ്ട് പറയാന്ന് പറഞ്ഞു. നാളെ അച്ഛനെന്ത് കുഴപ്പമുണ്ടാവരുത്. ജീവിതയാത്രയിൽ ഈ ദൂതൻ മറിയക്കുട്ടിയുടെ അടുത്ത് വരുമ്പോ അവളുടെ പേര് പഠിച്ചു. ഒരു വിളിയാ, മറിയേ. വിളികൾക്ക് അപാരമായ അർത്ഥമുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് തിരിച്ചറിയാതെ കബറിടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മഗ്ദലക്കാരത്തി മറിയുണ്ട്, ഇല്ലയോ? തോട്ടക്കാരനാണെന്നെല്ലാം വിചാരിച്ച് എന്ത് മനോഹരമായ രംഗമാത്. അപ്പൊ ഒരു വിളിയുണ്ട്, മറിയേ. ഉടനെ റബ്ബൂനി. കാരണം ആ ടോണിൽ ഈ മറിയെ മറ്റാരും വിളിച്ചിട്ടില്ല. ഒറ്റ വിളി കൊണ്ട് കണ്ടിട്ട് മനസ്സിലാകാത്ത മറിയയ്ക്ക് ദൂതൻ ക്രിസ്തുവിന്റെ വാക്കുകൊണ്ട് മനസ്സിലായി. നമ്മുടെ മക്കളെ വിളിക്കാൻ ഞാൻ എൻ്റെ ഭാഷയിൽ പറയും, നമുക്ക് മാത്രമുള്ള പേരുകൾ ഉണ്ടോ? മിണ്ടണില്ല. മാമോദിസ പേരും സ്കൂളിലെ പേരുമല്ലാതെ എനിക്ക് നിങ്ങൾക്ക് മാത്രം വിളിക്കാൻ പറ്റിയ പേരുകൾ ഉണ്ടാവണം. കല്യാണം കഴിക്കാൻ പോകുന്ന പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും, എത്രയും പെട്ടെന്ന് ഭാര്യ ഭർത്താവിന് ഭാര്യയ്ക്ക് മാത്രമുള്ളൊരു പേരിടണം. നാട്ടുകാരൊന്നും അറിയരുത്. ആ ഒരു വിളി കുവൈറ്റിൽ നിന്ന് വിളിച്ചാലും ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചാലും തിരിച്ചറിയും. ആ ടോണതാണ്. മോനെ മോളെ എന്ന് വിളിക്കുമ്പോൾ എന്ത് വിളിച്ചാലും. ഇപ്പോഴും ഞാൻ വായിച്ചൊരു സംഗതിയുണ്ട്. ഒരു പ്രൊഫഷണലി 2 പേരും ഭാര്യയും ഭർത്താവും ഡോക്ടേഴ്സാണ്, വളരെ ബിസി ഡോക്ടേഴ്സാണ്. അതിൽ ലേഡി ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഒരു കൗൺസിലർ എടുത്തു പോയി. അദ്ദേഹം അച്ഛനും കൂടിയായിരുന്നു. അപ്പോൾ ഈ സെഷൻ തുടങ്ങാൻ ആമുഖമായി അച്ഛൻ ചോദിച്ചു, എന്താ മോളെ പ്രശ്നം? ഡോക്ടർ പറഞ്ഞു, അത് തന്നെ അച്ഛാ പ്രശ്നം. അച്ഛൻ വീണ്ടും ചോദിച്ചു, എന്താ മോളെ പ്രശ്നം? അച്ഛാ അത് തന്നെ അച്ഛാ പ്രശ്നം. അച്ഛന് മനസ്സിലായില്ല. അവസാനം വിശദീകരിച്ചു, 24 കൊല്ലേ അച്ഛാ കല്യാണം കഴിച്ചിട്ട്, എന്താ മോളെ എന്നൊരു വിളി എന്നെ വിളിച്ചിട്ടില്ല. എന്താ പ്രശ്നം എന്നോട്? മിണ്ടോ നിങ്ങൾ? ഈ ഭർത്താവ് ഫിസിഷ്യനാന്നേ, ഒക്കെ പഠിച്ചിട്ടുണ്ട്. വേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാ. നമുക്കെല്ലാം അറിയാം, പക്ഷെ കൊച്ചു കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ അറിയാം, കൊച്ചു കാര്യങ്ങളൊന്നും അറിയാതെ പോവുകയാണ്. ഇവിടെ മറിയേ നീ പരിഭ്രമിക്കണ്ട എന്ന് പറഞ്ഞ് ദൂതൻ വിളിച്ചൊരു വിളിയുണ്ട്. ഒരു വിളി കൊണ്ട്, ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട് നമ്മുടെ വളർന്നു വരുന്ന മക്കളുടെ പരിഭ്രമങ്ങൾ മാറ്റാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കെല്ലാം പറ്റുന്നതാണ് എൻ്റെ വിചാരം. ടീച്ചിങ് ഈസ് നത്തിങ് ബട്ട് ടച്ചിങ് ദ ഹാർട്ട് ഓഫ് ദ പ്യൂപ്പിൾ എന്ന് പറയും. അധ്യാപനം മറ്റൊന്നുമല്ല, വിദ്യാർത്ഥിയുടെ പഠിതാവിൻ്റെ ഹൃദയത്തിൽ തൊടലാണ്. ഞാനത് ഇങ്ങനെ പറയും, പാരന്റിങ് ഈസ് നത്തിങ് ബട്ട് ടച്ചിങ് ദ ഹാർട്ട് ഓഫ് യുവർ ചിൽഡ്രൻ. മക്കളുടെ ഹൃദയത്തിൽ തൊടണം. തൊട്ടാൽ തിരിച്ചറിയേണ്ട വലിയൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. ഒരു 17 വയസ്സിനപ്പുറത്ത് ഒരു മകനും ഒരു മകളും നമ്മുടെ കൂടെ ഉണ്ടാകാൻ സാധ്യത കുറഞ്ഞൊരു കാലത്തിലേക്കാണ് നമ്മുടെ പോക്ക്. അങ്ങനെയെങ്കിൽ ഈ 17 കൊല്ലം നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ ആ മകനോ മകളോ ലോകത്തിന് ഏത് കോണിൽ പോയാലും അപ്പയെയും അമ്മയെയും അവളുടെ വീടിനെയും അവളുടെ ഇടവകയെയും അവളുടെയും സഭയെയും ഒക്കെ ഓർക്കാനുള്ള
സുന്ദരമായ ഓർമ്മകൾ ഈ 17 വയസ്സിൻ്റെ ഇടയിൽ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന പെരുമാറ്റ ശൈലി നാം രൂപാന്തരപ്പെടുത്തി എടുക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് മൈൻഡ് എൻട്രൻസ്, കമ്മ്യൂണിക്കേഷൻ ഈസ് നോൺ വെർബൽ ടു, ആശയവിനിമയം ആംഗികം കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ആശയത്തിലേക്ക് പ്രവേശിക്കട്ടെ. അങ്ങ് പ്രവേശിക്കും. അങ്ങനെ അതിമനോഹരമായി ദൂതൻ ഈ മറിയയോട് പരിഭ്രമമൊക്കെ മാറ്റി. പിന്നൊരു തിയോളജിയാണ് കേട്ടോ. ഭയപ്പെടേണ്ട, ദൈവം വരും, ഇതെല്ലാം ശരിയാക്കും, വായിക്കണമെന്നില്ല. ഒരു ഭയങ്കര തിയോളജിക്കൽ ടോപ്പിക്കാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അല്ലേ 34-ാമത്തെ വാക്യത്തിൽ ഈ അമ്മ പറഞ്ഞ ആദ്യ വാചകമുണ്ട്. എന്താണത്? പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ, ഹൗ ക്യാൻ ബി ദിസ് പോസിബിൾ? ആശയവിനിമയത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സെൻഡർ, റിസീവർ, മെസ്സേജ്, റെസ്പോൺസിനെ കുറിച്ച് പറഞ്ഞു. ഇതേ പ്രതികരണം ഉണ്ടായി. ഈ ആശയവിനിമയം അർത്ഥവത്തായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത്, ദൂതൻ എന്ന് പറയുന്ന ഗബ്രിയേൽ ദൂതനെ നമസ്കരിക്കണം, സെല്യൂട്ട് ചെയ്യണം. കാരണം ഈ ദൂതന്റെ ദൂത് അത്ര മനോഹരമായ ദൂതൻ അറിയിച്ചത് കൊണ്ടാണ് വചനിപ്പ് നടന്നത്. വാക്കുകൾ വചനമായത്. നമ്മുടെ തുറന്നിരിക്കുന്ന ചെവികളിലൂടെ ഞാനും നിങ്ങളും പറയുന്ന വാക്കുകൾ വചനമാകണമെങ്കിൽ, അനുഭവമാകണമെങ്കിൽ അതെങ്ങനെയാ കൺവേ ചെയ്യേണ്ടത് എന്നാ പറയുന്നത്. ചോദ്യം ചോദിക്കുക. ആരാ? കേട്ട മറിയ. ആരോടാ? ദൂതനോട്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിശയം തോന്നുന്നുണ്ടോ അത് കേട്ടിട്ട്, വായിച്ചിട്ട്? ഇല്ലയോ? എനിക്ക് ഈ വായിച്ച കാലത്ത് അതിശയം കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ പോയൊരു വാക്യത്. 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഒരു മറയും മടിയും ഇല്ലാതെ താൻ ആദ്യമായി കണ്ട ഒരു ദൂതനോട് ഒരു പെൺകുട്ടി സധൈര്യം ചോദിക്കുകയാണ്, നടക്കണ കാര്യമാണോ ദൂത? നമുക്ക് ചോദ്യങ്ങൾ ഇഷ്ടമാണോ? നിങ്ങൾക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല. പരീക്ഷ വന്നാൽ പിന്നല്ലേ ചോദ്യം ഇഷ്ടമുണ്ടാവില്ല. നമുക്ക് വലിയ ആൾക്കാർക്കോ? ഡു യു ലൈക്ക് ക്വസ്റ്റ്യൻസ്? ഒരാൾക്കും ഇഷ്ടമല്ല. ചോദ്യം ചെയ്യുന്നതേ ഇഷ്ടമല്ല. നോക്കിയേ, ചോദ്യങ്ങൾ ഉണ്ടാകണം, സംശയങ്ങൾ ഉണ്ടാകണം. സംശയങ്ങൾ ചോദിക്കേണ്ടവരോട് ചോദിക്കേണ്ട പോലെ ചോദിക്കാനുള്ള ഇടമുണ്ടാകണം. ഞാൻ 3 കാര്യങ്ങൾ പറയാം. എപ്പോഴാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക? ഒന്ന്, ചോദ്യം ഉണ്ടാകണമെങ്കിൽ അറിവുണ്ടാകണം. കുറച്ചറിയുകയും കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുക? അല്ലയോ? ആണ്. അപ്പം മറിയയ്ക്ക് അറിവുണ്ടായോ? ഇല്ലയോ? എന്തറിവുണ്ടായിരുന്നു? ഇനി നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോളൂ. മറിയയ്ക്ക് എന്തറിവുണ്ടായിരുന്നു? കുഞ്ഞുണ്ടാകണമെങ്കിൽ പുരുഷ സംസർഗം വേണം. പുരുഷനെ അറിഞ്ഞാൽ അതിലൂടെ മാത്രമേ കുഞ്ഞുണ്ടാകൂ എന്ന് 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഏകദേശം 12 വയസ്സ് വരെ ദേവാലയ അന്തരീക്ഷത്തിൽ എലിസബത്ത് കൊച്ചമ്മയുടെയും സക്കറിയ പുരോഹിതന്റെയും കൂടെ ജീവിച്ച ഒരു പെൺകുട്ടിക്ക് ഈ അറിവുണ്ടായിരുന്നു. എവിടെ നിന്ന് കിട്ടിയ അറിവ്? അന്നെന്താ കൗൺസിലിംഗ് ക്ലാസ് ഉണ്ടോ? ആര് പറഞ്ഞു കൊടുത്തു? ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി. എന്താ? ആരായി? അതെ, നിങ്ങൾക്കറിയാലോ. അരിപ്പാട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാം. ഓക്കെ, ഈ പേരും സ്ഥലമൊക്കെ മാറി പറയുന്ന ആൾക്കാർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇപ്പൊ 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഈ പെൺകുട്ടിക്ക് ഈ അറിവ് ആരാ പകർന്നു കൊടുത്തത്? മാതാപിതാക്കളുടെ കൂടെ അല്ല ജീവിച്ചതെന്ന് നമ്മുടെ ചരിത്രം പറയുന്നു. വളർത്തപ്പനും വളർത്തമ്മയുടെയും കൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സക്കറിയ പുരോഹിതനും എലിസബത്തും കൊച്ചമ്മയും ആയിരിക്കും ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകുക. ഇവിടെ നമ്മൾ അതിശയിക്കണം. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ അറിയോ? കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെയാ, സ്ത്രീ പുരുഷ ബന്ധം എന്താ, ജെൻഡർ ഡിഫറൻസ് എന്താ, സെക്സ് എന്താന്നൊക്കെ അറിയോ? നിങ്ങൾ ഞെട്ടണ്ട. 2 മെഴുകുതിരി കത്തിച്ച് വെച്ച് മറുകാശകിലിക്ക് ധൂപക്കുറ്റി വീശി പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് വചനിപ്പിന് വായിക്കുന്ന വേദവായന ഭാഗം ഇത് അല്ലയോ? ഇവിടെ മനസ്സിലാക്കി നമ്മുടെ മക്കൾക്കും അറിയാം. പക്ഷെ മക്കൾക്ക് ഇതാരാ പറഞ്ഞു കൊടുക്കുന്നത്? അവിടെയാ പ്രശ്നം. അറിവിനേക്കാൾ പ്രധാനമാണ് അറിവിന്റെ ഉറവ. നോളജ്, സോഴ്സ് ഓഫ് നോളജ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ മിയർ നോളജ്. ഇത് സഭ്യമായി കൃത്യമായി 2000 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഞാൻ പറയും ദേവാലയ അന്തരീക്ഷത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വളർത്തപ്പനും വളർത്തമ്മയും ഉണ്ടായിരുന്നു. ഈ മോക്ക് നമ്മുടെ വീട്ടിൽ നടക്കൂ? ഇവിടെയാ ഇതിന്റെ ആനുകാലിക പ്രസക്തി. എൻ്റെ അപ്പയോട് എനിക്ക് എന്തും ചോദിക്കാം, എന്തും പറയാം, എന്ത് സംശയവും ചോദിക്കാം എന്നൊരു മകന് തോന്നുന്നുണ്ടോ? ആരും മിണ്ടണില്ല. മമ്മ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊരു 12 വയസ്സുകാരി പറയുന്നുണ്ടോ? ഞാൻ പറയും പ്രശ്നം തീർന്നു.
സൗഹൃദം ആണ് ഉണ്ടാകേണ്ടത്. സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ മുഖം സൗഹൃദമാണ്. ക്രിസ്തു പറഞ്ഞില്ലേ, നിങ്ങൾ ഇനി എന്നെ സ്നേഹിത എന്ന് വിളിക്കാൻ, ഞാനൊരു ഫ്രണ്ടാന്ന് പറഞ്ഞില്ലേ. ഭാര്യയാകാൻ എളുപ്പമാണ്, ഭർത്താവാകാൻ എളുപ്പമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സൗഹൃദം ഉണ്ടാകാൻ പ്രയാസമാണ്. അപ്പനാകാനോ അമ്മയാകാനോ എളുപ്പമാണ്. മക്കളുടെ സുഹൃത്താണോ? ആരും ഒരക്ഷരവും മിണ്ടുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയോടെല്ലാം പറയാം, എന്തും ചോദിക്കുക. ഇത് ടോപ്പിക് സെക്സ് ആണ്, അത് ചോദിക്കുക. അങ്ങനെ ചോദിക്കണമെങ്കിൽ അറിവ് മാത്രം പോരാ, അടുപ്പമുണ്ടാകണം, ഇൻറ്റിമസി ഉണ്ടാകണം. എനിക്ക് എൻ്റെ അപ്പയോട്, എൻ്റെ അമ്മയോട്, എൻ്റെ ഗ്രാൻഡ്പയോട്, ഗ്രാൻഡ്മയോട് എന്തും ചോദിക്കാം എന്ന് പറയുന്നൊരു ഇൻറ്റിമസി. ഞാൻ പറയും, വളരെ അർത്ഥവത്തായ രാശിവിനിമയത്തിലൂടെ മറിയയ്ക്ക് മനസ്സിലായി, ഇദ്ദേഹത്തോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം, എൻ്റെ എന്ത് സംശയവും. അങ്ങനെ ചോദിക്കാനുള്ള അടുപ്പം വീടിൻ്റെ അകത്തുണ്ടായാൽ ഉറപ്പിക്കാം, നമുക്ക് മക്കളെക്കുറിച്ച് ഒരുപാട് സങ്കടപ്പെടേണ്ടി വരില്ല. അവർ പറയുന്നേ, അവരുടെ പ്രണയം നിങ്ങൾ കേൾക്കേണ്ടി വരും. അവരുടെ ബിയർ കഴിക്കണം എന്ന് പറയും, അവർ പറഞ്ഞു എന്ന് വരും. എൻ്റെ മൂത്ത മകനെ ഞാൻ പോണ്ടിച്ചേരിയിൽ PG കോഴ്സിന് വിട്ട് അവനെ കാണാൻ പോയി. 6 മാസം കഴിഞ്ഞു. ഞാൻ അവനും കൂടി ഇങ്ങനെ ഒരു ബൈക്കൊക്കെ വാടകയ്ക്ക് എടുത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെ ബിയർ കടകളുടെ ഇങ്ങനെ എന്താ പെരുപ്പമാണ്. എന്നോട് അവൻ ചോദിച്ചു, അച്ഛാ നമുക്കൊരു ബിയർ കഴിച്ചാലോ? ഞാൻ പിന്നെ അതിനെത്ര കഴിക്കാം നോ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ബിയർ കഴിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് ഉപദേശം എല്ലാം തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഈ ട്രെയിൻ കയറുന്നതിൻ്റെ പിറ്റേ ദിവസം അവന് കഴിക്കാം. ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഏതായാലും നീ ഒരു കോഴ്സിന് വന്നതല്ലേ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, PG കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പക്ഷെ അച്ഛനൊരു വാക്ക് തരണം, ആദ്യത്തെ ബിയർ കഴിക്കുന്ന അപ്പൻ്റെ കൂടെ ആയിരിക്കണം. അത് അപ്പത്തൊരു ആവേശമാണ്. 2 കൊല്ലം കഴിയുമ്പോൾ സംഗതി മാറും. ഞാൻ പറയുന്നത്, വീടിൻ്റെ അകത്ത് മറച്ചു വെക്കലുകൾ ഉണ്ടാകരുത്. സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ മക്കൾ അറിയണം. അപ്പൻ്റെ പോക്കറ്റിന്റെ വലിപ്പം മകൻ അറിയണം. അമ്മയുടെ നടുവിന്റെ വേദന മകൾ അറിയണം. വി ഹാവ് ടു ഷെയർ എവരിതിങ്. വീടിൻ്റെ അകത്ത് എന്തിനാ മറച്ചു വെക്കുന്നത്? ഇവിടെ ഒരു മറയും മടിയുമില്ലാതെ ദൂതനോട് മറിയ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിനിയിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഉടനെ പോയി വീട്ടിൽ പോയിട്ട് ഇരിക്കടി എന്ന് പറഞ്ഞ് സെക്സ് എഡ്യൂക്കേഷൻ നടത്തണം എന്നല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടൊരിക്കൽ ഒരു പ്രായമായ ഒരമ്മ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ പശുവിന് തീരെ സുഖമില്ല, അച്ഛന് പ്രാർത്ഥിച്ച് വെള്ളം തരണം. അപ്പം അച്ഛൻ ധനഹാ വെള്ളം പ്രാർത്ഥിച്ച് ആശീർവദിച്ചു കൊടുത്തു. അമ്മ വെള്ളം കൊണ്ടുപോയി. പിറ്റേ ദിവസം വന്നിട്ട് അമ്മച്ചി ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു അച്ഛനോട്, അച്ഛാ പശുവിൻ്റെ അസുഖം മാറി, പക്ഷേ ഒരു സങ്കട വാർത്തയുണ്ട്, എൻ്റെ 3 കോഴി ചത്തുപോയി. അച്ഛന് സങ്കടമായി. പശുവിൻ്റെ അസുഖം മാറിയിട്ട് കോഴി ചാകാൻ എന്താ കാരണം? അപ്പോൾ ആ അമ്മച്ചി വിശദീകരിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചു തന്ന വെള്ളം ഞാൻ പശുവിന് ഒഴിച്ചു കൊടുത്തു, പക്ഷെ കുറച്ച് വെള്ളം ബാക്കി വന്നു, വിശുദ്ധ വെള്ളമല്ലേ, വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഈ കോഴിക്കുള്ള തീറ്റ കൊടുക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. ഉടനെ ബുദ്ധിമാനെ അച്ഛൻ ജാമ്യം എടുത്തു. അച്ഛൻ പറഞ്ഞു, വെറുതെ അല്ല കോഴി ചത്തുപോയത്, ഞാൻ പശുവിനുള്ള ഡോസിന് കണക്കാക്കിയാണ് പ്രാർത്ഥിച്ചത്. ഇത് കോഴിക്ക് ഓവർഡോസ് ആയതുകൊണ്ടാണ് കോഴി. മനസ്സിലായോ? അതുപോലെ ഈ അവനവൻ്റെ ശരീരത്തെക്കുറിച്ചൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡോസ് വളരെ പ്രധാനമാണ്. കാൽപോൾ 2.5 ml ആണോ 5 ml ആണോ കൊടുക്കേണ്ടത്? പ്രായം മനസ്സിലാക്കണം. എന്നാൽ ഞാൻ ഇങ്ങനെ പറയും, മക്കളോടൊക്കെ പറയേണ്ടത്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നീ ദൈവമാണടാ, നീ ദേവാലയമാണെന്നാണ് പറയേണ്ടത്. നിന്റെ ശരീരം ദേവാലയമാണെന്നാണ് പറയേണ്ടത്. അതിനേക്കാൾ വലിയ ആശയം എന്താ ഉള്ളത്? ഒരു ദേവാലയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു, അതിനകത്ത് എങ്ങനെ പ്രവേശിക്കുന്നുവോ അതുപോലെയാണ് അവനവൻ്റെ ശരീരമെന്ന് നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പറഞ്ഞാൽ പിന്നെ ഹേമ കമ്മീഷനുകൾ ഉണ്ടാവില്ല. ഇത് അവനവൻ്റെ ശരീരത്തിൻ്റെ സാധ്യതകളും ആ ശരീരത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ നന്മയും കൊച്ചു കൊച്ചു പള്ളികളാണ് എന്നവർക്ക് തോന്നണ്ടേ? ഇത് പറയണ്ടേ? കൊമ്പത്തെ ആത്മാവിലാണ് നമ്മുടെ പ്രസംഗം മുഴുവനും. ഞാനടക്കമുള്ളവരുടെ ഭൂമിയിലെക്കുറിച്ച്, ഭൂമിയിലെ മനോഹരമായ ജീവിതത്തെക്കുറിച്ച് പറയാൻ മറന്നു പോവുകയാണ്. 2, 3 അടുപ്പമുണ്ടായി. 3 ചോദിക്കാനുള്ള ബോൾഡ്നെസ്, ആർജവത്വം. അറിവ്, അടുപ്പം, ആർജവത്വം. എന്നാലേ ചോദ്യം ഉണ്ടാവൂ. എന്താ ആർജവത്വം എന്ന് പറഞ്ഞാൽ? ഇനിയുള്ള കാലത്ത് ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിലേക്ക് പറന്നുപോയി പഠിച്ചുയരേണ്ട നമ്മുടെ മക്കൾക്ക് വീടിനകത്ത് സംസാരിക്കാൻ, ചോദ്യം ചെയ്യാനുള്ള അവകാശം, ആർജവത്വം, ബോൾഡ്നെസ്, തൻ്റെ ഇടമുണ്ടാകണം. വെട്ടുനോമ്പ് കാലത്ത് നമ്മുടെ മാതാവിന് വരുന്ന വലിയൊരു കുഴപ്പം എന്താ വെച്ചാൽ, അധികം ആൾക്കാരും പ്രസംഗിച്ച് എൻ്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയും, മാതാവിനെ ഒരു വയനാടൻ കൊയ്ത്തരിവാള് പോലെ ആക്കിയിട്ടുണ്ട്. എന്താ,
നീ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അത് പറയുന്നതിന് മുമ്പ് മറിയ പറഞ്ഞു, ഇതെങ്ങനെ നോക്കി, ഇവിടെയാ താൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യത്തിൻ്റെ വലിപ്പം എന്താണെന്ന് തികച്ച് ഉരച്ചു നോക്കി ബോധ്യപ്പെട്ടിട്ടാണ് അമ്മ ഈ ലോകത്താരും ഏറ്റെടുക്കാത്ത ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല സ്പേസ് കൊടുത്താണ് വളർത്തേണ്ടത്. എൻ്റെ വിചാരം ഇങ്ങനെയാ, ഒരു വുമൺ എംപവർമെൻറ്റിൻ്റെ കാലമാണ്. വി ഹാവ് റേസ്ഡ് വുമൺ എംപവർമെൻറ്റ്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഹാവിൻറ്റ് റേസ്ഡ് മെൻ ഹു ക്യാൻ ആക്സെപ്റ്റ് ദ എംപവേർഡ് വുമൺ. സ്ത്രീയെ ശാക്തീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, പക്ഷേ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീയെ, ഭാര്യയെ, മകളെ അംഗീകരിക്കാൻ മാത്രം പുരുഷൻ ഇപ്പോഴും വളർന്നിട്ടില്ല. ഇതാണ് ഇന്ന് കൗൺസിലിംഗ് ഞങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം. വീടിൻ്റെ അകത്തെ സമ്പ്രദായങ്ങൾ മുഴുവനും മാറി. കഴിഞ്ഞൊരു 15 വർഷം കൊണ്ട് സ്ത്രീക്ക് സ്ത്രീയുടെ ആകാശത്തെക്കുറിച്ച് നല്ല ബോധ്യവും വന്നു. പുരുഷനത് ഒറ്റയടിക്ക് ഈ എന്നാ പറയണേ, ഈ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കാൻ ഒരു പ്രയാസം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? സ്ത്രീ കൂടി ബ്രെഡ് വിന്നറാണ് വീടിനകത്ത്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ജോലികൾ മാറി, ശൈലികൾ മാറി, ദൗത്യം മാറി. ആ മാറിയ കാലഘട്ടത്താണ് ഈ വേദവായന ഭാഗം നമ്മെ വീണ്ടും വീണ്ടും അമ്പരപ്പിക്കും. ഈ ആർജവത്തോടുകൂടി, ധൈര്യത്തോടുകൂടി ഈ മോള് ദൂതനോട് ചോദിച്ചു. ഇനിയും പറയാൻ പോകുന്ന ആശയമാണ് അവസാനത്തെ ആശയമെന്ന എന്താ പറയുക, ആശ്വാസം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ഇവിടെ റിസ്പോൺസ് ഉണ്ടായി. നമുക്കിങ്ങനെ പറയാം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിസ്പോൺസ് യു ഗെറ്റ്, തിരിച്ചു കിട്ടുന്ന പ്രതികരണമാണ് ആശയവിനിമയം. മറിയ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ദൂതനൊരു കാര്യം മനസ്സിലായി. അതിമനോഹരമായ ഒരു ആശയം വാക്കുകളിലൂടെ പറഞ്ഞിട്ടും അത് കൃത്യമായി കേട്ടിട്ടും മറിയയുടെ പ്രതികരണം ഉണ്ടായിട്ടും ഇത് ശരിക്കും ആർക്ക് മനസ്സിലായിട്ടില്ല? മറിയയ്ക്ക് മനസ്സിലായില്ല. ഇത് പുതിയ കാലത്തിലെ കൗമാരത്തിൻ്റെ പ്രതീകമാണ് ഈ മറിയ. ഒറ്റയടിക്കൊന്നും നമ്മൾ പറയുന്ന ഒരാശയവും നമ്മുടെ മക്കൾ സ്വീകരിക്കുകയോ? അവരിതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് ഉരച്ചു നോക്കി ബോധ്യപ്പെടണം. അത് ദൂതന് മനസ്സിലായി. വെറുതെ തിയോളജിയും സൈക്കോളജിയും കൊണ്ട് മാത്രം ഈ അസാധ്യമായ ഒരു പുരുഷനറിയാതെ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറയുന്ന ആശയം ഈ മറിയയുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഇത് മാത്രം പോരാ എന്ന തിരിച്ചറിവിൻ്റെ അപാരമായ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ദൂതൻ 18ാമത്തെ അടവ് പുറത്തെടുത്തു. എന്താണെന്ന് പറയാമോ? അത് അല്ല, മുഴുവൻ വായിക്കണ്ട, ഇത്രയേ ഉള്ളൂ. നിന്റെ ചാർച്ചക്കാരിത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്കിത് 6ാം മാസം. ഇനിയാണ് നമ്മൾ ഈ വചനിപ്പിന് ശേഷമുള്ള മറിയയുടെ എലിസബത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയുടെ ആന്തരികമായ അർത്ഥം പഠിക്കേണ്ടത്. വചനിപ്പ് ക്രിസ്തു അകത്ത് വന്ന ഉടനെ മറിയ എന്ത് ചെയ്തു? ബന്ധപ്പെട്ട് എങ്ങോട്ട് പോയി? എലിസബത്തിനെ കാണാൻ പോയി. കാലം ചെയ്ത ഭാഗ്യസ്മരണയും ഔസ്താത്യ സിരിമിന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ആശയം, ക്രിസ്തു അകത്ത് വന്ന പിന്നെ ബന്ധപ്പാടാണ്. അത് ആരോടെങ്കിലും ഷെയർ ചെയ്യണം. സുവിശേഷത്തിൻ്റെ മഹാത്മ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ അതിനെ മറ്റു തരത്തിൽ കാണാൻ എനിക്കിഷ്ടം. ദൂതൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു പോയെങ്കിലും ഈ കൗമാരത്തിൻ്റെ കൗശലം, കൗമാരത്തിൻ്റെ ചോദ്യം ഈ മറിയക്കുട്ടി അകത്തുണ്ടാവും. ഇത് നടക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞത് സാധ്യമാണോ? അത് സാധ്യമാണോ അല്ലയോ എന്നറിയാൻ, ദൂതൻ പറഞ്ഞ് ശരിയാണോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ്. ആരിക്കൂടി ആയിരിക്കണം മറിയ ഉടനെ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ ചിത്രമുണ്ട്. അല്പം പടവുകളൊക്കെ ഇങ്ങനെ കയറിപ്പോകേണ്ട ഒരു കുടിലാണ് എലിസബത്തിൻ്റെ വീട്. അതിൻ്റെ താഴെ ജോസഫും മറിയയും കൂടി ഇങ്ങനെ നിൽക്കുക, കഴുതപ്പുറത്ത് ഇറങ്ങിയിട്ട് നിന്ന്. മറിയ താഴത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ നിന്ന് മേലോട്ട് നോക്കുമ്പോഴേക്കും എലിസബത്ത് മറിയ വന്ന കാര്യം തിരിച്ചറിയുക. അതൊരു കമ്മ്യൂണിക്കേഷനാണ്. അങ്ങനെ ബന്ധപ്പെട്ട് 6 മാസം. എന്ത് ബുദ്ധിപരമായിട്ടാണ് ആ വചനം ഇങ്ങനെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. 6 മാസം ഗർഭമായാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? അതുപോലെ സ്ത്രീകൾ അനങ്ങാണില്ല. 6 മാസമായാൽ ഗർഭിണിയാണല്ലോ കൃത്യമായി തിരിച്ചറിയാൻ പറ്റില്ലയോ? അത് 3 മാസത്തിൽ പറ്റുമോ? പറ്റില്ല. അത് 6 മാസം. 6 മാസം ഗർഭിണിയായ, വാർദ്ധക്യം കൊണ്ട് അവശതയായ, പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ പടവുകൾ ഇറങ്ങി താൻ കൂടെ 12 കൊല്ലക്കാലം കൂടെ ജീവിച്ച എലിസബത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ മറിയയ്ക്ക് ഉടനെ മനസ്സിലായി, ഈ എലിസബത്ത് ഈ പ്രായത്തിൽ ഗർഭിണിയാവുമെങ്കിൽ ബാക്കി പറ, പുരുഷനെ അറിയാതെ ഗർഭിണിയാവും. എന്താ അതിൻ്റെ അർത്ഥം? കമ്മ്യൂണിക്കേഷൻ ഈസ് ഫീലിംഗ് ഇൻ ടു മറ്റൊരാളുടെ
മാനസികാവസ്ഥ മനസ്സിലാകുന്നിടത്താണ് ആശയവിനിമയം. അതിലേക്ക് ദൂതൻ എന്ത് ബുദ്ധിപൂർവമാണ്. ഈ മറിയയ്ക്ക് ഇത് ഉത്തമമായി ബോധ്യം വരണമെങ്കിൽ അതേപോലെ സങ്കടപ്പെട്ട, അതേപോലെ അപമാനിക്കപ്പെട്ട ഒരാളെ കാണണം. ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയും, മറിയയുടെ എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള യാത്ര തന്നെ മനസ്സിലാക്കുന്ന, തൻ്റെ ഗതിയും ഇപ്പോഴത്തെ അവസ്ഥയും മനസ്സിലാക്കുന്ന ഒരാളുടെ അടുത്തേക്കുള്ള സഞ്ചാരമായിരുന്നു. സത്യത്തിൽ നമ്മുടെ എല്ലാം സഞ്ചാരം അതാ അല്ലേ? കുറച്ച് ഫിലോസഫി പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള്, എൻ്റെ സങ്കടം തിരിച്ചറിയുന്ന ആള്, എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരാളെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയുടെ പേരാ ജീവിതം. മറിയയെ അതേപോലെ മനസ്സിലാക്കാൻ എലിസബത്തിനല്ലാതെ മറ്റാർക്കും പറ്റില്ലായിരുന്നു. എലിസബത്തിനെ മനസ്സിലാക്കാൻ മറിയയെ പോലെ മറ്റാർക്കും പറ്റില്ലായിരുന്നു. ഇതാണ് ദൂതൻ വളരെ ധൈര്യപൂർവം തൊട്ടു നോക്കി അറിയാൻ പറ്റിയ ആളിലേക്ക് മറിയയെ വിടുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയും. അങ്ങനെ മറിയയുടെ അടുത്തേക്ക് എലിസബത്ത് വരുന്നു. രണ്ടുപേരും ഇങ്ങനെ വാരി പുണർന്നപ്പോ ക്യൂക്കണിങ്, എലിസബത്തിന്റെ ഉദരത്തിലെ പിള്ള തുള്ളി എന്നെല്ലാം പറഞ്ഞ പുതിയ ഭാഷ ക്യൂക്കണിങ്. ഈ ഇല്ലേ ഒരു ചലനം ഉണ്ടാവുന്ന എപ്പോഴാ? ഞാനിത് ആരോടാ പറയാം? ഗർഭിണികളെ ആയിട്ടില്ലാത്ത വിധത്തില അമ്മമാരുടെ ഇരിപ്പ്. ഒരു 6 മാസം പ്രായമാകുമ്പോൾ അകത്തെ കുഞ്ഞുങ്ങൾ ഇല്ലേ ഒരു ഇളക്കുണ്ടാവും. അതെല്ലാം കൃത്യമായ കണക്കാണ്. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൽ തുള്ളി എന്നെല്ലാം പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്ന 2 വ്യക്തികൾ തമ്മിൽ, ഒരേ അവസ്ഥയിൽ 2 വ്യക്തികൾ തമ്മിൽ ഇങ്ങനെ വാരി പുണർന്നപ്പോൾ, കെട്ടിപ്പിടിച്ചപ്പോൾ 2 പേർക്കും ആഹ്ലാദം ഉണ്ടായി. അവിടെ പാട്ടുണ്ടാകും, അവിടെ അതിജീവനം ഉണ്ടാകും, എന്നെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്ന് മനസ്സിലാകും. അപ്പം കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മക്കളോടൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ചും ദൈവം ഉണ്ടെന്നും ദൈവം ജീവിക്കുന്നെന്നും അമ്മയുടെ മധ്യസ്ഥ വില എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് തൊട്ടു നോക്കാൻ, അടുത്തറിയാൻ, അനുഭവിക്കുവാനുള്ള ചിലതുണ്ടാകണം. സോ എക്സ്പീരിയൻഷ്യലാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയും, അനുഭവാത്മകമാണ് ആധ്യാത്മികത എന്ന് പറയും. അത് കുറെ കൂടി വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊരു വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞുകൊണ്ട് കഥയിൽ തുടങ്ങി ഒരു സംഭവത്തിൽ അവസാനിപ്പിക്കാമെന്നെൻ്റെ വിചാരം. അച്ഛൻ പറഞ്ഞത് 8 മണിയാണ്, 5 മിനിറ്റ് മുമ്പ് ഞാൻ നിർത്താം എന്ന ഒരു പ്രോമിസ് നിങ്ങൾക്ക് തരും. ഇത് ഒരു പെൺകുട്ടിയുടെ ജീവിത കഥയാണ്. പ്രീ ഡിഗ്രിക്ക് പത്തനംതിട്ട കാത്തലിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടിക്ക് അസുഖം വന്നു. തിരിച്ചറിഞ്ഞു ക്യാൻസർ ആണെന്ന് മനസ്സിലായി. പക്ഷേ തിരിച്ചറിയാൻ വൈകിപ്പോയി. ക്യാൻസർ സ്റ്റേജ് 2-ലായിരുന്നു. ഇത്രയൊന്നും ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ വളർന്നിട്ടില്ലാത്ത കാലത്ത് ഏകദേശം 35 വർഷങ്ങൾക്കപ്പുറത്ത് പത്തനംതിട്ടയിൽ സെയിൻറ്റ് ലൂക്ക് എന്ന് പറയുന്ന ഒരു ആശുപത്രിയിൽ ആ പെൺകുട്ടി അഡ്മിറ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ഒരു ഓപ്പറേഷൻ നടത്തി. അപ്പോഴാണ് കാസിനോമിയ, ക്യാൻസറാണെയൊക്കെ കുറെ കൂടി സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാൻ, അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയാൻ, അവരെ കുറേ കൂടിയൊക്കെ ബഹുമാനിക്കാൻ, അവർക്ക് വേണ്ടി കുറേ കൂടി സമയം ചെലവഴിക്കാൻ എനിക്ക് നിങ്ങൾക്ക് എല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് ആശയത്തോടും ഇവിടെ പറയുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ട്.